ഉച്ചത്തിലെത്തിയെല്ലാം പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ നവംബർ 22 മുതൽ 30 വരെ ആഫ്രിക്കയിൽ റുവാണ്ട എന്നൊരു രാജ്യത്തായിരുന്നു. അപ്പോൾ അവിടെ അവർ പറയുന്ന ഒരു കാര്യം വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് പറയാം. അവരിങ്ങനെ ഒരു ശുശ്രൂഷ തുടങ്ങുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഗോഡ് ഈസ് ഗുഡ് എന്ന് പറയും. ഗോഡ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞേ. ഗോഡ് ഈസ് ഗുഡ്. അപ്പോൾ അത് ഞാൻ പറയാം, നിങ്ങൾ പറയേണ്ടത് ഓൾ ദ ടൈം എന്നാണ്. ഓൾ ദ ടൈം. ഗോഡ് ഈസ് ഗുഡ്. അപ്പോൾ ഞാൻ പറയും ഓൾ ദ ടൈം. അപ്പോൾ വണ്ടർഫുൾ. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയും. അതായത് അത് നല്ലതാണത് അല്ലേ? അത് കർത്താവ് എത്ര നല്ലവനാണ് എന്ന് രുചിച്ചറിയുവൻ. അപ്പം അതുകൊണ്ട് പറഞ്ഞാലോ ഓക്കെ. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ഇത്രയല്ല, ഇത് കഴിയുമ്പോൾ അവർ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നന്നായിട്ട് കൈയടിക്കും. ഇത് കഴിഞ്ഞിട്ട് അപ്പം അങ്ങനോട് ചെയ്യണം. ഇപ്പം നമ്മൾ ആഫ്രിക്കക്കാരായിട്ട് മാറും. അപ്പോൾ പറഞ്ഞാലോ, ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം, ഹല്ലേലൂയ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ആഫ്രിക്കക്കാരായി മാറിയിരിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ നമുക്ക് ആഫ്രിക്കയിലെ സഹോദരങ്ങളോട് ആത്മാവിൽ ഐക്യപ്പെട്ട് ദൈവത്തെ ആരാധിക്കാം. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. നന്നായിട്ട് കൈയടിച്ചിട്ടാണ്, നല്ലപോലെ കൈയടിച്ചിട്ട് വേണം അങ്ങനെ പറയാൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉഷാറാവാൻ മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നത് നല്ലതാണ്. അത് ആഫ്രിക്കയിലുള്ളതല്ല, അത് ഇന്ത്യയിലുള്ളതാണ്. അതായത് ഞാൻ സങ്കീർത്തനങ്ങൾ 47:1 വായിച്ചിട്ട് പറയാം. സങ്കീർത്തനങ്ങൾ 47:1. നിങ്ങൾ ബൈബിളുണ്ടോ? വീട്ടിലാണോ? അല്ല, എന്നാ വായിച്ചോ. സങ്കീർത്തനങ്ങൾ 47:1 വായിക്കാം. വായിച്ചോ. കൊള്ളാം സിസ്റ്റർ, കൊള്ളാം. വായിച്ചോ. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. ഞാൻ പറഞ്ഞു തരാം, ആവർത്തിക്കുക. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്യാം. ജനതകളെ കരഘോഷം മുഴക്കൂ. അടുത്തത്, ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കൂ. അതാണ് ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞിട്ട് കൈയടിക്കണം. അതാണ് നമുക്കറിയാവുന്ന ആഹ്ലാദാരവം. അതാണ്. ഓക്കെ, എന്നാ ചെയ്താലോ. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. അപ്പൊ ഇനി ഇത്രയും ഞാൻ പറയില്ല, ഞാൻ ഇത്രേ പറയൂ. സങ്കീർത്തനങ്ങൾ 47:1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൈയടിച്ച് ഉറക്ക ഹല്ലേലൂയ പറയണം. ഓക്കെ, സങ്കീർത്തനങ്ങൾ 47:1. വണ്ടർഫുൾ, ഹല്ലേലൂയ. അപ്പൊ 2 കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി സ്തോത്രാഴ്ച എടുത്താലോ? ഓക്കെ പറഞ്ഞു. ഹല്ലേലൂയ. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ്? ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം,
അത് ഇത്ര ഇങ്ങനല്ല. ആഫ്രിക്കക്കാരാണെങ്കിൽ അവരുടെ കയ്യടി ഇപ്പോഴെങ്കിലും തീരില്ല. ഓക്കെ. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ഓക്കെ. സങ്കീർത്തനങ്ങൾ 47:1. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം. നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശക്തമായ ഒരു ദൈവാനുഭവത്തിന് വേണ്ടി നമ്മെ തന്നെ നമ്മൾ സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു, ഒരുങ്ങി വലിയ ദൈവകൃപ നമ്മൾ പ്രാപിക്കുകയാണ് എന്ന് അഭിയന്ന പിതാവ് പറഞ്ഞത് ആശംസയല്ല, പ്രവചനമാണ്, സത്യമാണ്. അത് നടക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ ശ്രദ്ധയോടെ താല്പര്യത്തോടെ ആയിരിക്കാം. നമ്മൾ ദൈവവചനത്തെ ഏറ്റവും ആദരവോടെ സമീപിക്കുമ്പോഴാണ് കർത്താവ് വചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിറവേറുന്നത് കാണാൻ നമ്മളെ സഹായിക്കുന്നത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് തിരുവചനം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ നന്മ തിന്മകൾ നിർണയിക്കപ്പെടുന്നത് ഈ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ വ്യക്തി കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുമോ ഇല്ലയോ? ഞാൻ ആലോചിക്കാറുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴാണ് കടന്നു വരുന്നത്? അത് ദൈവസാന്നിധ്യം കടന്നു വരുന്നതിന് 1000 പേര് വേണമെന്നില്ല, 10,000 വേണമെന്നില്ല, 50,000 വേണമെന്നില്ല. ഒറ്റ മനുഷ്യൻ, അയാൾ ദൈവം പറഞ്ഞ തിരുവെഴുത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കർത്താവ് വെളിപ്പെടുത്തിയ തിരുവചനത്തെയോ തിരുവചന സത്യത്തെയോ വിശ്വസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. അത് പല ഇടങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ഞാൻ ജീവിതം കൊണ്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പിന്നെ ഒത്തിരി പേരൊന്നും വേണമെന്നില്ല, ഒരാൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ പ്രസൻസ് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വചനത്തിൽ വെളിപ്പെട്ട ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം വരും. നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഒരുമിച്ച് വരുമ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കണം, ഏതെങ്കിലും ഒരു സമുദായ സംഘടനയുടെ സമ്മേളനവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനവും നമ്മുടെ കൂടിവരവുകളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. ആൾക്കൂട്ടം ഇവിടെയുമുണ്ട് അവിടെയുമുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെയോ സമുദായത്തിൻ്റെയോ മറ്റേതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ആദർശ രൂപത്തിൻ്റെ ഒരു ഒരുമയിൽ ആരെങ്കിലുമൊക്കെ ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം, നമുക്കിടയിൽ ദൈവസാന്നിധ്യം മൂവ് ചെയ്യണം. ആ ഒറ്റ കാര്യമാണ് നമ്മുടെ വ്യത്യാസം. നമ്മൾ വരുമ്പോൾ നമ്മൾ തന്നല്ല, നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മളാരും മനുഷ്യരൊരുമിച്ച് കൂടുകയല്ല. മനുഷ്യരൊരുമിച്ച് കൂടുന്ന എല്ലായിടത്തും അവരുടെ ദൈവം കൂടെ ഉണ്ടാവും. ഇസ്രായേലിനെ ദൈവം വാഗ്ദത്ത നാട്ടിലേക്ക് വഴി നടത്തുമ്പോൾ 12 ഗോത്രങ്ങളെ മരുഭൂമിയിൽ പാളയമടിക്കാനുള്ള ക്രമം ദൈവം വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദൈവം അങ്ങനെ പാളയമടിക്കാനുള്ള ക്രമം വിവരിക്കുമ്പോൾ വാഗ്ദാന പേടകം, സമാഗമ കൂടാരം എവിടെയാണെന്നറിയാമോ? ഇങ്ങനെ 4 ഗോത്രം മുകളിൽ, 4 ഗോത്രം വലത്ത്, ഇടത്ത്, താഴെ എന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് 4 ദിക്കിൽ 4 ഗോത്രങ്ങൾ, 3 ഗോത്രങ്ങൾ വീതം. അങ്ങനെ 3 ഗോത്രങ്ങൾ വീതം 12 ഗോത്രങ്ങൾ ഇങ്ങനെ 4 ഭാഗത്തുമായിട്ട് പാളയമടിക്കുമ്പോൾ അവരുടെ മധ്യത്തിലാണ് സമാഗമ കൂടാരം. സമാഗമ കൂടാരത്തിൻ്റെ 4 വശങ്ങളിലാണ് ദൈവമക്കൾ പാളയമടിച്ച് മരുഭൂമിയിൽ അവരുടെ യാത്രക്കിടയിൽ താവളം ഉറപ്പിച്ചതെല്ലാം. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്കിടയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു ദൈവം. ആ ഓർമ്മയിലാണ് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ എഴുതിയത്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഇടയിൽ വസിച്ചു, മലയാളത്തിൽ വസിച്ചു എന്നാണ്. എന്നാൽ അതിൻ്റെ ശരിയായ അർത്ഥം എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത് ടാബർനക്കിൾഡ് എന്നാണ്, കൂടാരമടിച്ചു എന്നാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് ടാബർനക്കിൾഡ് എമംഗ് അസ്. നമുക്കിടയിൽ താവളമടിച്ചു, നമുക്കിടയിൽ തൻ്റെ കൂടാരമടിച്ചു. ഇപ്പം നമ്മൾ മനസ്സിലാക്കണം, നമുക്കിടയിൽ വന്ന് വാസമുറപ്പിക്കുന്ന ഒരു ദൈവം, നമുക്കിടയിൽ ജീവിക്കുന്ന ഒരു ദൈവം, നമ്മുടെ ഇടയിൽ മൂവ് ചെയ്യുന്നൊരു ദൈവം, നമുക്കിടയിൽ സഞ്ചരിക്കുന്ന അവൻ്റെ പാദപതനം, നമുക്കിടയിലൂടെ ഉലയുന്ന അവൻ്റെ വസ്ത്രവിളുമ്പ്,
നമുക്കിടയിലൂടെ സഞ്ചരിക്കുന്ന അവൻ്റെ ശബ്ദം. ഈശോ പറഞ്ഞില്ലേ, എൻ്റെ ഈ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. നമ്മളോട് സംസാരിക്കുന്ന ദൈവം. ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബൈബിൾ ഇങ്ങനെ ആവർത്തിച്ച് ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ജീവിക്കുന്ന ദൈവം എന്നൊരു വാക്ക് ഉപയോഗിക്കും. ജീവിക്കുന്ന ദൈവം. അതിന് കാരണം അന്ന് അവർ ജീവിച്ചിരുന്ന ആ മതബോധങ്ങൾ, അവരുടെ ചുറ്റുമുണ്ടായിരുന്ന മതബോധങ്ങളിലെല്ലാം ദൈവമുണ്ട്. പക്ഷെ ആ ദൈവമൊന്നും സംസാരിക്കുന്ന ദൈവമല്ല, ഉരിയാടുന്ന ദൈവമല്ല, മിണ്ടുന്ന ദൈവമല്ല. മ്യൂട്ട് ഡം ഗോഡ്സ്. ഊമരും മൂകരും സംസാരശേഷി ഇല്ലാത്തവരുമായ വിഗ്രഹങ്ങളെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം പറയുന്നത് അവരെക്കുറിച്ചാണ്. ഒന്നും മിണ്ടാത്ത ദൈവം. അവർക്കിടയിൽ ഇസ്രായേലിന് യഹോവയായൊരു ദൈവം, സംസാരിക്കുന്ന ദൈവം, ഇടപെടുന്ന ദൈവം, ഇറങ്ങി വരുന്ന ദൈവം, മനുഷ്യനോട് ഉരിയാടുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ആ ജീവനുള്ള ദൈവത്തെ അനുഭവിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ബൈബിളിൻ്റെ ആരംഭം മുതൽ കർത്താവ് എങ്ങനെയാണ് ഈ ദൈവിക രഹസ്യത്തെ വെളിപ്പെടുത്തി തന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു യാത്ര പോകുന്നത് നല്ലതാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 23-ാം അധ്യായം 25-ാമത്തെ വാക്യം നമുക്ക് ഈ ചിന്തകളുടെ ആധാര വചനമായി എടുക്കാം. പുറപ്പാട് പുസ്തകം 23-25. പുറപ്പാട് പുസ്തകം 23-25 നമുക്ക് ബൈബിളുള്ളവരെടുത്ത് നമുക്ക് ഒരുമിച്ച് വായിച്ചു പോവാം. പുറപ്പാട് 23-25 വായിക്കാമോ? നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. ഒന്നുകൂടെ വായിക്കാം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ, വായിക്കുക, വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. നീ ചെന്നെത്തും മുമ്പേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും. അവരിൽ സംഭ്രമം ജനിപ്പിക്കും. നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും. നിനക്ക് മുമ്പേ ഞാൻ കടന്നലുകളെ അയക്കും. അവ ഹിവ്യർ, കാനാന്യർ, ഹിത്യർ എന്നിവരെ നിന്റെ മുമ്പിൽ നിന്ന് തുരത്തും. ഹല്ലേലൂയ. അപ്പോ ഇവിടെ വചനം പറയും, പുറപ്പാട് 23-25 ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ഇത് ബൈബിളിലെ ഏറ്റവും അടിസ്ഥാനപരമായ കൽപ്പനകളിൽ ഒന്നാണ്. അതായത് എല്ലാ മനുഷ്യർക്കും ബാധകമായ ബൈബിളിലെ പ്രമാണങ്ങളിൽ ഒന്നാണിത്. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്, ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൽപ്പന ദൈവമക്കൾക്ക് നൽകുന്നത്? എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം? ഇതിനെന്തെങ്കിലും ഒരു ചരിത്രപരമായ കാരണങ്ങളുണ്ടോ? എന്താണ് അതിൻ്റെ പിന്നിലെ ദൈവത്തിൻ്റെ ഹൃദയം? ഇത് മനസ്സിലാക്കുന്നതിന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് പോകണം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായം. അവിടുന്ന് നമുക്ക് ചില ചിന്തകൾ ഈ ദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് വിശുദ്ധ കുർബാന എന്ന പരമമായ ആരാധനയിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഉൽപ്പത്തി 1-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. അപ്പോൾ അത് ചില കാര്യങ്ങൾ വായിക്കാനുണ്ട്. വായിക്കുന്നതിന് മുമ്പ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്, എന്തായാലും നമ്മൾ ഇത്രയും ടൈം ആൻഡ് എനർജി, അതുപോലെ സമ്പത്ത് എല്ലാം കൊടുത്ത് നമ്മളിങ്ങനെ ഇത്രയും സമയം മാറ്റി വെക്കുമ്പോൾ നമുക്ക് ചില അടിസ്ഥാന ബോധ്യങ്ങൾ രൂപപ്പെടാൻ അത് സഹായിച്ചില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഇന്ന് വന്നപ്പോൾ ബൈബിൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നാളെ നമുക്ക് ക്ഷമയില്ല. നാളെ ക്ഷമ കിട്ടാത്ത ദിവസമാണ്, നാളെ മറ്റന്നാൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ കൊണ്ടുവരണമെന്ന്. 2, നിങ്ങൾ നോട്ട്ബുക്കും പേനയും കൊണ്ടുവരണം. ഇത് നമുക്ക് കിട്ടുന്ന ഒരു 2 മണിക്കൂർ സമയം നമ്മൾ ചില ബോധ്യങ്ങൾ രൂപപ്പെടുത്തി പഠിച്ച് പോകാനാണ് പരിശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ അതിനെ കാണണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ബൈബിൾ മുഴുവൻ മനസ്സിലാവാൻ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ 73 ഗ്രന്ഥങ്ങൾ മനസ്സിലാകുന്നതിന് നമ്മളെ സഹായിക്കുന്ന ചില നൂല്, ചരട്. അതായത് ചില ചരടുകളിലാണ് ബൈബിളിലെ 73 ഗ്രന്ഥങ്ങളെ ഒരുമിച്ചൊരു മാലയായിട്ട് കോർത്തിട്ടിരിക്കുന്നത്.
പല അങ്ങനത്തെ ചരടുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. എനിക്ക് ബൈബിൾ മനസ്സിലാവുന്നതിന് എന്നെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട ത്രെഡാണ് ബൈബിളിലെ ഉടമ്പടി എന്ന് പറയുന്ന സങ്കല്പം. ഉടമ്പടി അഥവാ കവനന്റ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ ആരംഭ നിമിഷത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഉടമ്പടിയെക്കുറിച്ചാണ്. ഉടമ്പടി അഥവാ കവനന്റ് എന്താണ്? ശ്രദ്ധിച്ചിരിക്കുക. ഉടമ്പടി എന്ന് പറഞ്ഞാൽ, കവനന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് ആൻ എഗ്രിമെന്റ്. അതൊരു കരാറായിരുന്നു. അതൊരു കരാർ, ഒരു എഗ്രിമെന്റ്. രണ്ട് പാർട്ടികൾ തമ്മിൽ നടത്തുന്ന ഒരു കരാറായിരുന്നു ഉടമ്പടി. ഇനി ഈ ഉടമ്പടി എന്തിനാണ് ബൈബിളിൽ ഈ ഉടമ്പടി ആരംഭിച്ചത്? എന്തിനാണ്? അല്ലെങ്കിൽ ബൈബിൾ ഉടമ്പടി സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് എന്തിൻ്റെ പേരിലാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? അതൊന്ന് മനസ്സിലാക്കാൻ ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമും അബിമലേക്കും തമ്മിലുള്ള ഒരു ഉടമ്പടിയെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് വായിക്കാം. ഉടമ്പടിയുടെ പിന്നിലുള്ള പ്രേരണ, എന്തിനാണ് മനുഷ്യൻ ഉടമ്പടികളിൽ ഏർപ്പെട്ടത് എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അബ്രഹാമും അബിമലേക്കും തമ്മിൽ ബൈബിളിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. അത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 21 അധ്യായത്തിലാണ്. 21 അത് നിങ്ങൾ എടുക്കണം. ഉൽപ്പത്തി 21. ഉൽപ്പത്തി 21 വാക്യം 22 മുതൽ, ഉൽപ്പത്തി 21 മുതൽ വാക്യം 21 അധ്യായം വാക്യം 22 മുതൽ വായിക്കാമോ? അക്കാലത്ത് അബിമലേക്കും അവൻ്റെ സൈന്യാധിപൻ ഫിക്കോളും അബ്രാഹത്തോട് പറഞ്ഞു, നിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എന്നോടും എൻ്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ലെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യുക. ഞാൻ നിന്നോട് കാണിച്ച കാരുണ്യത്തിനനുസരിച്ച് എന്നോടും നീ പാർത്തു വരുന്ന ഈ നാടിനോടും നീ പെരുമാറണം. ഞാൻ ശപഥം ചെയ്യുന്നു. അബ്രാഹാം പറഞ്ഞു. ശപഥം, ഓത്ത്, ശപഥം. ഇതൊരു കവനന്റൽ ഓത്താണ്. ഇത് ഉടമ്പടിയിലെ ശപഥമാണ്. രണ്ടുപേർ തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോഴുള്ള ശപഥമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ശപഥം അഥവാ ഓത്ത്. ശ്രദ്ധിക്കുക, എന്തിനാണ് അബിമലേക്കും അബ്രഹാമും തമ്മിൽ ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്? അതിനൊരു കാരണമുണ്ട്. 20 അധ്യായത്തിൽ ഈ ഗരാറിൽ പോയി, ഗരാർ അതാണ് അബിമലേക്കിന്റെ നാട്. എന്താണ് ആ പേര്? കരാറല്ല, ഗരാർ. എന്താണ്? ഗരാർ. ഗരാറാണ് അബിമലേക്കിന്റെ നാട്. അപ്പൊ അബിമലേക്കിന്റെ നാട്ടില് അബ്രാഹാം പോയി താമസിക്കുകയാണ്. അങ്ങനെ താമസിക്കുന്ന സമയത്ത് അബ്രാഹത്തിന് ഒരു ഭയം വന്നു. ഭയം ഇതാണ്: അബ്രാഹത്തിന്റെ ഭാര്യ സാറ സുന്ദരിയായിരുന്നു. അതുകൊണ്ട് സാറായെ അബിമലേക്ക് ഭാര്യയാക്കി മാറ്റുമോ, തന്നെ കൊന്നുകളയുമോ എന്ന് ഭയപ്പെട്ട് അബ്രാഹാം സാറായോട് പറഞ്ഞു, അബിമലേക്കിന്റെ ആളുകളോ ചോദിക്കുകയാണെങ്കിൽ നീ എൻ്റെ ആരാന്ന് പറയണം? പെങ്ങളാന്ന് പറയണം. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്, താനും ഒരു കസിൻസാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ മതി, പെങ്ങളാന്ന് പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെ പെങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അബിമലേക്ക് വിചാരിച്ച് പെങ്ങളല്ലേ, ഭാര്യയല്ലല്ലോ, അതുകൊണ്ട് പെങ്ങളെ അടിച്ചുകൊണ്ട് പോയി. അബിമലേക്ക് അങ്ങനെ സാറായെ അന്തപുരത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അബിമലേക്കിനെ ചില അപൂർവ പീഡകളാൽ ദൈവം പീഡിപ്പിച്ചു. പ്രവാചകന്റെ ഭാര്യയാണ് അവളെന്നും അവളെ തൊട്ടുപോകരുതെന്നും ദൈവം കൽപ്പിച്ചു. അങ്ങനെ അബിമലേക്ക് അബ്രാഹത്തെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, എന്നോട് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? എന്തിനാണ് നിന്റെ ഭാര്യയെ നീ പെങ്ങളാണെന്ന് പറഞ്ഞത്? അപ്പൊ അബ്രഹാം പറഞ്ഞു, നിങ്ങൾ ദൈവഭയം തീരെ ഇല്ലാത്തൊരു നാടാണെന്ന്, നിങ്ങളുടെ നാട് ദൈവഭയം തീരെ ഇല്ലാത്തൊരു നാടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞിട്ട് അവളെ കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത്. അപ്പൊ അങ്ങനെ അബിമലേക്ക് പറഞ്ഞു, ഏതായാലും നീ ഇപ്പൊ സത്യം പറഞ്ഞത് നന്നായി എന്ന് പറഞ്ഞ് കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അബിമലേക്ക് അബ്രാഹത്തെ അയച്ചു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോ അബിമലേക്കിന് തോന്നി അബ്രാഹാം തന്നെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന് അബിമലേക്കിന് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടാൻ വേണ്ടി. അതപ്പോൾ അബിമലേക്ക് പറയുന്ന വാചകം ഇതാണ്: ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീ എന്നോട് കരുണ കാണിക്കണം. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അബിമലേക്കും അബ്രഹാമും തമ്മിൽ ഉടമ്പടിയിൽ ഏർപ്പെടുന്നതിന് പിന്നിലെ ലോജിക്ക് ഇവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ, പുരാതന കാലത്ത് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ ഭയമാണ്.
ആരും ആരെയും കൊന്നുകളയും. കായൻ പറയുന്നുണ്ട്, ഞാനിങ്ങനെ നോദ് ദേശത്ത് പോയി താമസിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ ദൈവമേ എന്നെ കൊന്നുകളയും. ദൈവം പറയുന്നുണ്ട്, നിന്നെ കൊല്ലാതിരിക്കാൻ നിന്റെ മേൽ ഞാനൊരു മുദ്ര സ്ഥാപിക്കാം എന്ന് പറഞ്ഞാൽ, പുരാതന കാലത്ത് നീതി ന്യായ വ്യവസ്ഥിതികൾ, ഗവൺമെന്റുകൾ, ഭരണകൂടം, പോലീസ് ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് മനുഷ്യന് കയ്യുകൊള്ളവന് ആരെയും ഉപദ്രവിക്കാം. അപ്പൊ മനുഷ്യനോട് ഏത് അതിർത്തി വരെയും ദ്രോഹം ചെയ്യാം. അപ്പൊ ഈ സാഹചര്യത്തിൽ മനുഷ്യൻ പരസ്പരം ഒരു ഉഭയബന്ധത്തിലേക്ക് കടക്കുന്നതിന്, പരസ്പരം ഒരു ബന്ധത്തിലേക്ക് കടക്കുന്നതിന്, പരസ്പരം ഉപദ്രവിക്കാതിരിക്കുന്നതിന് അവർ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു ഉടമ്പടിയിൽ ഏർപ്പെടുക. ഇത്രയും മനസ്സിലായോ? അബ്രഹാമും അബീമലേക്കും തമ്മിൽ ഉടമ്പടിയിൽ ഏർപ്പെട്ടത് ഇവർ തമ്മിൽ ഒരു പരസ്പര ബന്ധം ഉണ്ടാവാനാണ്. ഇനി എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം, അങ്ങനെ ഉടമ്പടി വഴി അവർ ഒരു കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിക്കും എന്നതായിരുന്നു ധാരണ. അപ്പൊ ഉടമ്പടിയിൽ ഏർപ്പെട്ടാൽ, ഉടമ്പടിയിൽ ഏർപ്പെടുന്നവർ തമ്മിൽ ഇനി അപരിചിതരല്ല, അന്യരല്ല, പരദേശികളല്ല, ശത്രുക്കളല്ല, പിന്നെ ആരാണ്? ബന്ധുക്കളാണ്. ഉടമ്പടിയിൽ ഏർപ്പെട്ടാൽ പിന്നെ അവർ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല. ഇതായിരുന്നു ഉടമ്പടികളിൽ ഏർപ്പെട്ടതിൻ്റെ പിന്നിലെ ചേതോവികാരം. ഇത് മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇങ്ങനെ പുരാതന കാലത്ത് മനുഷ്യൻ ഉടമ്പടികളിൽ ഏർപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ബൈബിളിലെ ഉടമ്പടികളെ കാണാൻ. ഓരോ ഉടമ്പടിയിലൂടെയും ദൈവം മനുഷ്യനുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടാൻ വരുമ്പോൾ, ഓരോ ഉടമ്പടിയിലൂടെയും ദൈവത്തിൻ്റെ പിന്നിലെ, ദൈവത്തിൻ്റെ ചിന്തയിലെ, ദൈവത്തിൻ്റെ മനസ്സിലെ ധാരണ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഉടമ്പടികളെ കാണേണ്ടത്. അതുകൊണ്ട് കവനന്റ് ക്രിയേറ്റഡ് കിൻഷിപ്പ്, KIN, കിങ് അല്ല, KIN, കിൻഷിപ്പ്. കവനൻസ് ക്രിയേറ്റഡ് ഫാമിലി ബോണ്ട്. കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കി. ഉടമ്പടികൾ കുടുംബങ്ങളെ ഉണ്ടാക്കി, കുടുംബ ബന്ധം ഉണ്ടാക്കി. അപ്പൊ ദൈവവും മനുഷ്യനും തമ്മിൽ ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിച്ചു. ബൈബിളിൽ ഇങ്ങനെ മൊത്തത്തിൽ, ആകമാന ബൈബിളിൽ ഒത്തിരി ഉടമ്പടികളുണ്ട്. പ്രധാനമായും ബൈബിളിൽ 6 മേജർ കവനന്റുകളാണുള്ളത്. 6 പ്രധാനപ്പെട്ട ഉടമ്പടികളാണ് ബൈബിളിന്റെ ചരിത്രം. അപ്പം മുഴുവൻ ബൈബിൾ മനസ്സിലാക്കുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ 6 ഉടമ്പടികൾ പഠിച്ചാൽ മതി. അതാണ് ബൈബിളിന്റെ കഥ. ബൈബിൾ സ്റ്റോറി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് 6 കവനൻസ്. 6 ഉടമ്പടികൾ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് 6 ഉടമ്പടികൾ? പെട്ടെന്ന് പറയണം. നിങ്ങൾ തോമാപുരംകാർ നല്ല ബുദ്ധിയുള്ളവരാണെന്നാണ് ആരോ പറഞ്ഞു വരുന്ന വഴിക്ക്. പെട്ടെന്ന് പഠിക്കുമെന്നാണ് എൻ്റെ ധാരണ. വേഗം പഠിക്കണം. ഒന്നാമത്തെ ഉടമ്പടി ആദാമ്യ ഉടമ്പടി, ആദമിക് കവനന്റ്. ആദ്യത്തെ ഉടമ്പടിയാണ്. എന്ത് ഉടമ്പടി? കേട്ടില്ല? സിസ്റ്റർമാരും ഒന്നും പറയത്തില്ല, നിങ്ങൾ പറഞ്ഞോണം കേട്ടോ. സിസ്റ്റേഴ്സാണോ പറഞ്ഞേ? ഓ, എൻ്റെ പിഴ. അപ്പോൾ ചേട്ടന്മാരും ചേച്ചിമാരും ഉറക്കെ പറയണേ. എന്താണ് ഒന്നാമത്തെ ഉടമ്പടി? ആദാമ്യ ഉടമ്പടി, ആദമിക് കവനന്റ്. ആദാമ്യ ഉടമ്പടി ഒന്നാമത്തേത്. രണ്ടാമത്തെ ഉടമ്പടി നോഹയോട് ചെയ്ത ഉടമ്പടി, നോഹായിക്. നോഹയോട് ചെയ്ത ഉടമ്പടി, രണ്ടാമത്തെ ഉടമ്പടി. മൂന്നാമത്തെ ഉടമ്പടി ആരോടാ? അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി, മൂന്നാമത്തെ ഉടമ്പടി, ഏബ്രഹാമിക് കവനന്റ്. നാലാമത്തെ ഉടമ്പടി സീനായി ഉടമ്പടി, സീനായി ഉടമ്പടി, സിനൈറ്റിക് കവനന്റ്. അഞ്ചാമത്തെ ഉടമ്പടി ദാവീദിനോട് ചെയ്ത ഉടമ്പടി, ഡേവിഡിക് കവനന്റ്. ആറാമത്തെ ഉടമ്പടി പറ, ദിവ്യകാരുണ്യ ഉടമ്പടി, യേശുവിലൂടെ ചെയ്ത ഉടമ്പടി. 6 കവനന്റ്. പെട്ടെന്ന് പറഞ്ഞു. എന്തോ? ആദാമ്യ ഉടമ്പടി, നോഹയോട് ചെയ്ത ഉടമ്പടി, അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി, സീനായി ഉടമ്പടി, എന്തോ? ദാവീദിനോട് ചെയ്ത ഉടമ്പടി, ദിവ്യകാരുണ്യ ഉടമ്പടി. ഒന്ന് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോ ദേ പഠിച്ചു. പറഞ്ഞ പോലെ തന്നെ തോമാപുരംകാരെ കുറിച്ച് കേട്ട അപവാദം ശരിയാണ്. അവര് പെട്ടെന്ന് പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ ശരിയാണ്. അപ്പോൾ എന്താണ്? പെട്ടെന്ന് പറഞ്ഞു. ആദാമ്യ ഉടമ്പടി. ആദം, ഈ പേര് മാത്രം പറഞ്ഞാൽ എളുപ്പമുണ്ട്. ആദം, നോഹ, അബ്രഹാം, സീനായല്ല, മോശ,
സീനായാണ് മോശ. പേര് പറയാം, മോശ, ദാവീദ്, ഈശോ. ഇവരാണ് മീഡിയേറ്റർ. ഈ ഉടമ്പടിയുടെ മധ്യസ്ഥന്മാർ ഇവരാണ്. ആരൊക്കെയാണ്? ആദം, നോഹ, അബ്രഹാം, മോശ, ദാവീദ്, ഈശോ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഞാനൊക്കെ ഇത് പഠിച്ചെടുത്ത് എന്തോരം സമയം എടുത്തെന്നറിയാം. നിങ്ങൾ എന്ത് പെട്ടെന്നാണ് പഠിച്ചേ? 6 ഉടമ്പടികൾ. അപ്പൊ ഈ 6 പെട്ടെന്ന് ഞാൻ ഉടമ്പടികളെ കുറിച്ച് വേഗം 3-4 റിമാർക്സ് പറഞ്ഞിട്ട് നമുക്ക് ഈ ഉൽപ്പത്തിയിലേക്ക് കടക്കാം. ഒന്നാമത്തേത്, ഈ ഓരോ ഉടമ്പടിയിലും ഉടമ്പടിക്ക് ഒരു മീഡിയേറ്റർ ഉണ്ട്. അതാണ് ഈ പറഞ്ഞ പേരുകൾ. ആരൊക്കെയാണ്? ആദം, നോഹ, അബ്രഹാം, മോശ, ദാവീദ്, ഈശോ. ഇനി ആദ്യത്തെ ഉടമ്പടി ഒരു ദമ്പതികളോടാണ്. ഇങ്ങോട്ട് നോക്കിയേ. എല്ലാ ഉടമ്പടിയും മനുഷ്യരോട് മൊത്തത്തിലാണ്. പക്ഷെ ആ ഉടമ്പടി ദൈവം മനുഷ്യകുലത്തോട് മൊത്തമാണ് ദൈവം ബന്ധത്തിൽ ഏർപ്പെടുന്നത്. പക്ഷെ ആ ഉടമ്പടിക്ക് ദൈവം തിരഞ്ഞെടുക്കുന്നത് ഒരു പ്രത്യേക ചെറിയൊരു ന്യൂനപക്ഷത്തെയോ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ഉടമ്പടി ദൈവം മാനവകുലത്തോട് നടത്തുന്നത് ഒരു ദമ്പതികളിലൂടെയാണ്. ആരാണ് ആ ദമ്പതികൾ? ആദവും ഹൗവയും. അപ്പോൾ ദ ഫസ്റ്റ് കവനന്റ് വാസ് മെയ്ഡ് വിത്ത് എ കപ്പിൾ, ഒരു ദമ്പതികളോടാണ്. രണ്ടാമത്തെ ഉടമ്പടി ദൈവം ചെയ്യുന്നത് ആരോടാ? നോഹയോടല്ല. നോഹയോടാണ്, എന്നാൽ ഒരു കുടുംബത്തോടാണ്. ആ കുടുംബത്തിൽ എത്ര പേരുണ്ടായിരുന്നു? നോഹയുടെ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു? ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞുതരാം. നോഹ, എണ്ണിക്കോണേ. നോഹയുടെ ഭാര്യയുടെ പേരെന്താ? മിസ്സസ് നോഹ. പിന്നെ 3 മക്കളുണ്ടായിരുന്നു. ആ മക്കള് ആരൊക്കെയാ? അത് ശ്യാമല്ല, ശ്യാമും മനോഹരനും പുഷ്കരനും ഒന്നുമല്ല. ഷേം, ഹാം, യാഫത്ത് എന്ന് പറഞ്ഞേ. ഷേം, ഹാം, യാഫത്ത്. 3 ആൺമക്കൾ. അവർക്ക് 3 ഭാര്യമാര്, ഓരോരുത്തർക്കും ഓരോ ഭാര്യ. അപ്പൊ ആരൊക്കെയാണ്? മിസ്സിസ് ഷേം, മിസ്സിസ് ഹാം, മിസ്സിസ് യാഫത്ത്. 3ഉം 3ഉം 6ഉം 2ഉം 8. ഇത്രയും ബുദ്ധിയൊന്നും വേണ്ട. പത്രോസ്ലീഹ പറയുന്നുണ്ട്, ആ 8 പേർ മാത്രമാണ് അന്ന് ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചതെന്ന്. പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. പോട്ടെ, 8. അപ്പോ രണ്ടാമത്തെ ഉടമ്പടി 8 പേരടങ്ങുന്ന ഒരു കുടുംബത്തോടായിരുന്നു. ആദ്യത്തെ ഉടമ്പടിയോ ഒരു ദമ്പതിയോടാണ്. രണ്ടാമത്തെ ഉടമ്പടി 8 പേരടങ്ങുന്ന ഒരു കുടുംബത്തോടായിരുന്നു രണ്ടാമത്തെ ഉടമ്പടി. മൂന്നാമത്തെ ഉടമ്പടി അബ്രഹാം അല്ലേ? അബ്രഹാം അതാരോടാ? അത് ഒരു ഗോത്രത്തോടാണ്. ഒരു ഗോത്രം. ഞാൻ അതിലേക്ക് വരാം. അതായത് അബ്രഹാം ഒരു ഗോത്രമാണത്. ഏത് ഗോത്രമാണത്? ഞാൻ പെട്ടെന്ന് പറയട്ടെ. നിങ്ങൾ പഠിക്കുന്നവരായതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ ഒരു ഇഷ്ടമുണ്ട്. എന്താണെന്നറിയോ? നോക്കിക്കോണേ. ദൈവം ഒരു ജനത ഇങ്ങനെ തിരഞ്ഞെടുത്ത് വരികയാണ്. അപ്പൊ നമുക്ക് അതിൻ്റെ ആദ്യത്തെ കണ്ണി ആദം. ആരാണ്? ആദം കഴിഞ്ഞാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ ആൾ ആരായിരിക്കും? പറ. കേട്ടില്ല. നോഹ അല്ല. അവിടെ വരെ പോവാതെ സിസ്റ്ററെ. ആദത്തിന്റെ മക്കളുടെ കാര്യം പറ. ആബേല് മരിച്ചില്ലേ? കായൻ വഴിവഴച്ചില്ലേ? വേറൊരുത്തനുണ്ട്, സേത്ത്. പറ. സേത്ത്. അമ്മച്ചിമാര് പറ. എന്താ? സേത്ത്. അപ്പോ ദൈവത്തിന്റെ ലൈൻ ആദം, സേത്ത്. അടുത്തത് ഇനി ആരാ? ഇനി നിങ്ങൾ കുറെ ഉണ്ട് ഇടയ്ക്ക്, പോട്ടെ, ഞാൻ വിഷമിപ്പിക്കുന്നില്ല. നോഹ. മൂന്നാമത്തേത് നോഹ. ഇനി നോഹ കഴിഞ്ഞാലോ അടുത്ത ആരാ? 3 അമ്മക്കളല്ലേ? പക്ഷെ ദൈവത്തിന്റെ ചരിത്രം തുടരുന്നത് ഈ 3 പേരിലൂടെ അല്ല. ആരിലൂടാ? നോഹയുടെ മക്കളോ? നോഹയ്ക്ക് 3 ആമക്കളല്ലേ സിസ്റ്ററെ? 3 ആമക്കളല്ലേ? ആ 3 ആമക്കളിലെ ഒരാളിലൂടാണ് ദൈവത്തിന്റെ കഥ തുടരുന്നത്. അതാരിലൂടാണ് ഞാൻ ചോദിച്ചേ? 3 ആമക്കളുടെ പേര് പറ. ഷേം, ഹാം. ഇവരിൽ ആരിലൂടെ? അബ്രഹാമോ? ശ്യാമല്ല. ഹാമോ? ശ്യാം.
ഷേം. ശ്യാമെന്ന്. ആരാണ് ഷേം? ആരാണ് ഷേം? മനസ്സിലായി? അത് കറക്റ്റായിട്ട് പറഞ്ഞല്ലേ? ഷെയിം, ഷേം. ഓക്കെ. അപ്പോ ആദം, പറയൂ ആദം. അടുത്ത ആരാണ്? സേത്ത്, നോഹ, ഷേം. വണ്ടർഫുൾ. അടുത്ത ആരായിരിക്കും? ഷേമിന്റെ പരമ്പരയിൽപ്പെട്ട അടുത്ത ആളാണ് അബ്രഹാം. ഈ ലൈൻ കറക്റ്റായിട്ടാണ് പോണേ. ആദം, സേത്ത്, നോഹ, ഷേം, അബ്രഹാം. അവിടെയാണ് അബ്രഹാമിലേക്ക് എത്തുന്നത്. അപ്പോ അബ്രഹാം എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു ഗോത്രമാണ്, ഒരു ട്രൈബാണ്. ഗോത്രം, അബ്രഹാമിന്റെ ഗോത്രം. അതിൽ നിന്നാണ് പിന്നെ 12 ഗോത്രങ്ങൾ വരുന്നത്. അബ്രഹാമിന്റെ ഗോത്രം, ഏബ്രഹാമിക് ട്രൈബ്. അപ്പൊ മൂന്നാമത്തെ ഉടമ്പടി ദൈവം ചെയ്യുന്നത് ഒരു ഗോത്രത്തോടാണ്. അപ്പൊ ഒന്നാമത്തെ ഉടമ്പടിയോ ദമ്പതിയോട്, രണ്ടാമത്തേതോ 8 പേരടങ്ങുന്ന ഒരു കുടുംബത്തോട്, മൂന്നാമത്തേതോ 100 കണക്കിന് ആളുകളുള്ള ഒരു ഗോത്രത്തോട്. അപ്പൊ നാലാമത്തേതാണ് സീനായി ഉടമ്പടി. മോശയാണ് അതിന്റെ മീഡിയേറ്റർ. ആരോടാണ് ചെയ്യുന്നത്? അത് 12 ഗോത്രങ്ങൾ അടങ്ങുന്ന ഒരു ജനതയോട്. അബ്രഹാമിൻ്റെത് ഒരു ഗോത്രം, ഇനി അതിൽ നിന്ന് വരുന്ന 12 ഗോത്രങ്ങൾ അടങ്ങുന്ന ഒരു ജനതയോടാണ് ദൈവം അടുത്ത ഉടമ്പടി ചെയ്യുന്നത്, സീനായി ഉടമ്പടി. 5ാമത്തെ ഉടമ്പടിയോ ദാവീദ്. അത് ഒരു രാജകീയ ജനതയോടാണ്, ഒരു രാജവംശത്തോടാണ്, ഒരു റോയൽ കിങ്ഡത്തോടാണ്, ഒരു രാജകീയ ജനതയോടാണ് ദൈവം 5ാമത്തെ ഉടമ്പടി ചെയ്യുന്നത്. ദാവീദിന്റെ രാജ്യം, ദാവീദിന്റെ രാജപരമ്പര. 6ാമത്തേത് ഈശോ എന്ന വ്യക്തിയിലൂടെ ലോകം മുഴുവനോടുമാണ് ദൈവം, യൂണിവേഴ്സൽ കവനന്റ്, ലോകം മുഴുവനോടും ദൈവം ഉടമ്പടി ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. പെട്ടെന്ന് പറഞ്ഞോ. ആദം, ആദ്യത്തെ ഉടമ്പടി, ആദവും ഹവ്വയും അടങ്ങുന്ന കപ്പിൾ, ദമ്പതികൾ. രണ്ടാമത്തേത് കുടുംബം, 8 പേരടങ്ങുന്ന കുടുംബം. മൂന്നാമത്തേത് ഗോത്രം. നാലാമത്തേത് 12 ഗോത്രങ്ങൾ അടങ്ങുന്ന ഒരു ജനത. 5ാമത്തേത് ഒരു രാജവംശം. 6ാമത്തേത് സാർവത്രികം, യൂണിവേഴ്സൽ, എല്ലാ മനുഷ്യരോടുമാണ് ദൈവം യേശുക്രിസ്തുവിലൂടെ ഉടമ്പടി ചെയ്യുന്നു. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അങ്ങനെ ബൈബിളിൽ 6 മേജർ ഉടമ്പടികളുണ്ട്. ഈ ഉടമ്പടികളുടെ കഥയാണ് ബൈബിൾ. ഞാൻ നിങ്ങളെ 1ാമത്തെ ഉടമ്പടിയിലേക്ക് വിളിക്കുകയാണ്. 1ാമത്തെ ഉടമ്പടി ആദത്തോട് ഹവ്വയോടും ചെയ്ത ഉടമ്പടിയാണ്. ഉടമ്പടി എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും പിന്നീട് ജെറമ്യാ പ്രവാചകനും അതുപോലെ തന്നെ പിന്നീട് നിയമാവർത്തന പുസ്തകത്തിലുമൊക്കെ ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം മനുഷ്യനുമായി ചെയ്ത ഉടമ്പടി എന്ന പരാമർശം ഉള്ളതുകൊണ്ട്, അതുകൊണ്ടാണ് ഇതിനെ ഒരു ഉടമ്പടിയായിട്ട് കാണുന്നത്. ഉടമ്പടി എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല എങ്കിലും. അപ്പോൾ ശ്രദ്ധിക്കുക, ഉടമ്പടിക്ക് മടുത്തോ നിങ്ങൾ? ഉടമ്പടിക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉടമ്പടിക്ക് ഒരു വാഗ്ദാനമുണ്ട്, ഉടമ്പടിക്ക് ഒരു വ്യവസ്ഥയുണ്ട്. എല്ലാ ഉടമ്പടിയിലും ഈ 2 കാര്യങ്ങളുണ്ട്. ഈ 2 പാർട്ടികൾ തമ്മിൽ ഒരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിനകത്ത് അവർ തമ്മിൽ എന്ത് ചെയ്യും? ഈ ഉടമ്പടിയിൽ ഏർപ്പെട്ടവർ തമ്മിൽ വാഗ്ദാനങ്ങളുണ്ട്, പിന്നെന്തുണ്ട്? വ്യവസ്ഥകളുമുണ്ട്. സോ എവ്രി കവനന്റ് ഹാസ് പ്രോമിസസ് ആൻഡ് കണ്ടീഷൻസ്. വാഗ്ദാനങ്ങളുമുണ്ട്, വ്യവസ്ഥകളുമുണ്ട്. എന്ന് പറയാമോ എന്തൊക്കെയാ ഉള്ളേ? വാഗ്ദാനങ്ങളും വ്യവസ്ഥകളും. അപ്പൊ അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ ദൈവം മാനവകുലത്തോട് നടത്തിയ ആദ്യത്തെ ഉടമ്പടിയിൽ ദൈവം നടത്തിയ വാഗ്ദാനങ്ങൾ വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. എന്തൊക്കെയാണ് വാഗ്ദാനങ്ങൾ? വായിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 26 മുതൽ വായിക്കുക. ഉൽപ്പത്തി 1:26 മുതൽ. ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 26 വായിക്കാം. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും 4 കാലുകളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ 1-ാമത്തേത് 1, 2, 3, 4, 5 നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. 1-ാമത്തേത് ആദ്യത്തെ ഉടമ്പടിയിലെ ആദ്യത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മലയാളിയോട് ഏത് ചോദ്യം ചോദിച്ചാലും മലയാളി അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കും, ഉത്തരം കോംപ്ലിക്കേറ്റഡ് ആക്കും. ഞാൻ നിങ്ങളോട് പറയുകയാണ്, കോംപ്ലിക്കേറ്റഡ് ആക്കരുത്, സങ്കീർണമാക്കരുത്, സിമ്പിളായിട്ട് പറയണം. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്?
വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട, അത് എടുക്കത്തില്ല ഇവിടെ. സിമ്പിളായ കാര്യം പറഞ്ഞാൽ ദൈവത്തെ പോലെ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ഒരു കുഞ്ഞ്, പുതിയതായി ജനിച്ചൊരു കുഞ്ഞിനെ കാണാൻ പോയപ്പോൾ ആ കുഞ്ഞിനെ കണ്ടിട്ട് ഒരു ചേച്ചി പറഞ്ഞു, അയ്യോ അമ്മയുടെ അതേ മൂക്ക്, അപ്പൻ്റെ അതേ കണ്ണ്. അതെന്താ? അമ്മയുടെ ഛായ, അപ്പൻ്റെ ഛായ എന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്? നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരണേ? അപ്പൻ്റെ ഛായ അമ്മയുടെ ഛായ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് അപ്പനും മക്കളും ആണെന്നാണോ? ആണോ? ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിനും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ മക്കളായിട്ട് മനുഷ്യനെ കണ്ടു എന്നാണ് അതിൻ്റെ ഏറ്റവും ലളിതമായ അർത്ഥം. ഹല്ലേലൂയ. ദൈവം തൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാവും, അതൊക്കെ അവിടെ കിടക്കട്ടെ. നമുക്ക് ഏറ്റവും സിമ്പിളായ കാര്യം മതി. ദൈവം ഞാൻ ചിന്തിക്കുകയാണ്, ഡാനിയലിനെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിനും എന്ന് പറഞ്ഞാൽ ഞാൻ ആരാ? ആ ദൈവത്തിൻ്റെ മകനാണ്. ദൈവത്തിൻ്റെ ഛായയാണ് എനിക്ക്, ദൈവത്തിൻ്റെ സാദൃശ്യമാണ് എനിക്ക്. ദൈവം എന്നെ അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിനും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം ഒരു യജമാനനും അടിമയും തമ്മിലുള്ള ബന്ധമല്ല, ഒരു മാസ്റ്ററും സ്ലേവും തമ്മിലുള്ള ബന്ധമല്ല, ഒരപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ആദമിക് കവനന്റിന്റെ ആദ്യത്തെ ബ്ലെസ്സിങ്, ആദ്യത്തെ പ്രോമിസ് എന്ന് പറയുന്നത് നീ എൻ്റെ മകനാണ്, മകളാണ്. ഞാനും നീയും തമ്മിലുള്ള ബന്ധം, ഉടമ്പടിയിലെ ആദ്യത്തെ വാഗ്ദാനം, ഞാനും നീയും തമ്മിലുള്ള ബന്ധം അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമായിരിക്കും. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ എഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. രണ്ടാമത്തേത് ആധിപത്യം, ഡൊമീനിയൻ, ആധിപത്യം. ഇത്തിരി സമയം എടുക്കേണ്ടതാണ്, ഞാൻ ചുരുക്കി പറയാം. ഇപ്പം നിങ്ങൾ കർഷകരാവും. കർഷകർ പേടിക്കുന്നു. ഞാൻ ബൽത്തങ്ങാടി ചെന്നപ്പോൾ അവർ പറഞ്ഞു, പാമ്പ്, പന്നി, ആന, കരടി, പുലി ഇതെല്ലാം ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ ഇത് മനുഷ്യൻ ഇന്ന് പലയിടങ്ങളിൽ പല വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ കൃഷി, അവൻ്റെ സാമ്പത്തിക മേഖല, മനുഷ്യന് സ്വൈര്യമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇത് ഉണ്ടാക്കുന്നുണ്ട്. വന്യമൃഗങ്ങൾ, കാട്ടുമൃഗങ്ങൾ, ഇഴജന്തുക്കൾ, ചെറിയ ചെറിയ കൃമികീടങ്ങൾ, ഇതൊക്കെ മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട്. ദൈവം മനുഷ്യനോട് പറയുകയാണ്, ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും മേൽ നിനക്ക് ഞാൻ ആധിപത്യം തരുന്നു എന്ന് പറഞ്ഞാൽ, നീ പോടാന്ന് പറഞ്ഞാൽ അത് പോണം, നീ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞാൽ അത് വരരുത്. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ കിടക്കട്ടെ ഇപ്പം. പക്ഷേ ഒന്നാമത്തെ ഉടമ്പടിയിൽ ദൈവം മനുഷ്യനോട് പറഞ്ഞു, ഭൂമിയിലുള്ള സകലത്തിൻ്റെയും മേൽ നിനക്ക് ആധിപത്യം. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നല്ലതണ്ണിയിൽ, കുട്ടിക്കാനത്ത് നല്ലതണ്ണി കാട്ടിൽ 3 സഹോദരന്മാർ 10-30 കൊല്ലത്തിലധികമായിട്ട് കാട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട്. ഞാൻ ചില ദിവസങ്ങളിൽ അവരുടെ കൂടെ പോയി താമസിച്ചിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്കും പോയി ഒരു ദിവസം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ ഉടുമ്പ് വരും. ഉടുമ്പെന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഉടുമ്പ് ഇങ്ങനെ പിടിവിടാത്തൊരു സാധനം ഉണ്ടല്ലോ, ഉടുമ്പ്. അത് വരും. അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കും ആ ജനലിൻ്റെ അവിടെ നിന്നിട്ട്. അപ്പോൾ അവിടെയുള്ളൊരു സഹോദരൻ അതിനോട് പറയും, മക്കളെ പൊക്കോ. ചിക്കു എന്നാണ് അവനെ വിളിക്കുന്നത്, ചിക്കു. ചിക്കു പൊക്കോ, ചിക്കു പൊക്കോ, ചിക്കു പൊക്കോ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട്, വല്ലവരും പറഞ്ഞു കേട്ടല്ലേ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഞാൻ ഈ ഉടുമ്പ് വന്ന് ഇത് കഴുത്തിനങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വിടത്തില്ലെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ച് അതിനെ നോക്കിയിരിക്കുമ്പോൾ ചിക്കു ഇങ്ങനെ നോക്കിയിട്ട്, അപ്പോൾ ആ ബ്രദർ പറയണ, ചിക്കു പൊക്കോ. ഓക്കെ, പോയി. പാമ്പ് വരും അതിനകത്ത്, ഒരു കിടക്കുന്നതിനകത്തേ രാത്രിയിൽ പാമ്പ് വരുമ്പോൾ മക്കളെ പൊക്കോ പൊക്കോ. പാമ്പ് പോവും. എന്നാ പോയി, നാളെ വരാന്ന് പറഞ്ഞിട്ട് പോവും. ഇത് ഈ ഒറിജിനൽ ബ്ലെസ്സിങ്ങിന്റെ ഭാഗമാണ്. മനുഷ്യന്റെ തലയിൽ ഇങ്ങനെ ഒരു സംഭവം കിടപ്പുണ്ട്. ഫ്രാൻസിസ് അസീസി ചെന്നായിയെ മെരുക്കിയെന്നും ഒക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇന്ന് കഥയല്ലത്. അതായത് ആദമിക് കവനന്റിൽ മനുഷ്യന്റെ മേൽ കിടക്കുന്ന ഒരു ബ്ലെസ്സിങ് ആണിത്. ഇപ്പൊ ആനയോട് ഒരു ദൈവ പൈതൽ പറയാണ്,
ദേ ഈ പറമ്പിലോട്ട് വരരുത് എന്ന് പറഞ്ഞാൽ വരരുത്. പാമ്പിനോട് പറയാണ്, എനിക്ക് നിന്നോട് അത്ര വലിയ സന്തോഷമില്ല, ഞാൻ വാവാ സുരേഷൊന്നുമല്ല, ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞാൽ വരരുത്. പറഞ്ഞ ഹല്ലേലൂയാ. ഇതിന് അതിമാനുഷിക ശക്തിയൊന്നും വേണ്ട. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അച്ഛൻ്റെ പേര് പറയുന്നില്ല, ഒരച്ഛൻ, ഒരു പ്രായമുള്ള അച്ഛൻ, പള്ളിയിൽ എന്തോ പെരുന്നാളിനോടനുബന്ധിച്ച് ഗാനമേളയോ എന്തോ പരിപാടി എന്നിട്ട് നടക്കാം. അപ്പം അതിനിടയ്ക്കോട്ടൊരു പാമ്പ് വന്നു. പാമ്പ് കയറി വന്നപ്പോഴത്തേന് പെട്ടെന്ന് വികാരിച്ചൻ വന്നു. സാധാരണ ഇത് ഞങ്ങളൊക്കെ ആണെങ്കിൽ കമ്പെടുത്തുകൊണ്ട് വന്ന് അടിക്കുക പതിവ്. വികാരിച്ചൻ അങ്ങോട്ട് വന്നിട്ട് ഇതിങ്ങനെ 3 കുരിശ് വരച്ച്. അപ്പോഴേക്കും പത്തി പടർത്തി തന്ന പാമ്പ് പത്തി താഴ്ത്തി പോന്ന് പറഞ്ഞു, പോയി. ഇങ്ങനെയൊക്കെയുള്ള അച്ഛന്മാരുണ്ട് കേരളത്തിൽ കേട്ടോ, സംഭവമാണ്. പോന്ന് പറഞ്ഞു പോയി. കെട്ടുകഥയല്ലല്ലോ, ആധിപത്യം. പറഞ്ഞ ഹല്ലേലൂയാ. ആദമിക് കവനന്റിന്റെ 2ാമത്തെ പ്രോമിസാണ് ഈ ബാക്കി എല്ലാ ജീവികളുടെ മേലും ദൈവ പൈതലിന് ഒരു അധികാരം. 3ാമത്തേത് ദൈവം വായിച്ചോ, അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. 3ാമത്തേത് സന്താനപുഷ്ടി. സന്താനപുഷ്ടി, തലമുറകളുടെ അനുഗ്രഹം. 3ാമത്തേത് സന്താനപുഷ്ടി. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ദൈവം അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്ത് ഉൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. 4ാമത്തേത് മറ്റീരിയൽ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ ഭൗതിക അനുഗ്രഹം. ഒരു കാര്യത്തിനും നീ ക്ലേശിക്കേണ്ടി വരില്ല, നിനക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് ഞാൻ തരും. മറ്റീരിയൽ പ്രൊവിഷൻസ്, ആവശ്യമുള്ളതെല്ലാം ദൈവം ആവശ്യത്തിനനുസരിച്ച് സമൃദ്ധമായിട്ട് ദൈവം തരും. അതാണ് എത്രാമത്തേത്? 4ാമത്തേത്. എന്തൊക്കെയാന്ന് പറയാമോ? 1 അപ്പനും മക്കളും, 2ാമത്തേത് ആധിപത്യം, 3ാമത്തേത് സന്താനപുഷ്ടി, 4ാമത്തേത് ഭൗതിക അനുഗ്രഹം. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ എല്ലാ ഭൗതിക ആവശ്യങ്ങളും ദൈവം നടത്തിത്തരും എന്ന ദൈവത്തിന്റെ വാഗ്ദാനം, ദൈവം നടത്തിത്തരുമെന്ന ദൈവത്തിന്റെ വാഗ്ദാനം. 4ാമത്തേത്. 5ാമത്തേത് ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പറവകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലത്തിനും ആഹാരമായി ഹരിത സസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. മറ്റീരിയൽ പ്രൊവിഷൻസ്. 5ാമത്തേത് എത്രാമത്തെ? 5ആണോ 4ആണോ? 5ാമത്തേത് എന്തെന്നറിയാമോ? ദൈവം മനുഷ്യന് ഏദൻ തോട്ടം നൽകി. ഏദൻ തോട്ടം നിങ്ങൾ മടുത്തോ? ഏദൻ തോട്ടം. ഞാൻ ഏദൻ തോട്ടം എന്താണെന്ന് വിശദീകരിക്കാൻ പോവാണ്. 5ാമത്തേത് ഏദൻ തോട്ടം. ഒന്ന് എഴുന്നേക്കണോ? ഒന്ന് എഴുന്നേറ്റോ, ഒന്ന് എഴുന്നേറ്റിട്ടിരിക്കാം, അല്ലെങ്കിൽ ഇത് കയറത്തില്ല. ഓക്കെ. വോളണ്ടിയേഴ്സ്, നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാം. സ്തോത്രകാഴ്ച ഒരു 8 മണിക്ക് എടുക്കാനാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ അതുകൊണ്ട് വോളണ്ടിയേഴ്സ് വേഗം വരിക. നിങ്ങളോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇത്രയും നല്ല കാര്യത്തിനിടയ്ക്ക് ഇനി ഞാൻ വാരി വലിച്ച സ്തോത്രകാഴ്ചയുടെ കാര്യം പറയണ്ടല്ലോ. അത് നിങ്ങൾ അറിഞ്ഞ് മനസ്സോടെ നന്നായിട്ട് അറിഞ്ഞ് ചെയ്യുക. ഭയങ്കര ബൃഹത്തായ ഒരു സംവിധാനം, വലിയ പണച്ചെലവോടുകൂടി എല്ലാം നടത്തുമ്പോൾ അത് മീറ്റ് ചെയ്ത് പോവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവം നിങ്ങളെ പ്രേരിപ്പിക്കുന്ന നല്ല ഒരു സ്തോത്രകാഴ്ച നിങ്ങൾ നിക്ഷേപിക്കുക. വോളണ്ടിയേഴ്സ് എത്രയും പെട്ടെന്ന് സ്തോത്രകാഴ്ച എടുക്കുക. ഈ സമയത്ത് ഒന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ നിന്നിട്ട് സ്തോത്രകാഴ്ച ഇട്ടിട്ട് നിങ്ങൾക്ക് ഇരിക്കാം. അപ്പോൾ പിന്നെ വോളണ്ടിയേഴ്സിന് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും. സ്തോത്രകാഴ്ച ഇട്ടിട്ട് നിങ്ങൾക്ക് ഇരിക്കാം, ഇടുന്നില്ലെങ്കിലും ഇരിക്കാം. സിസ്റ്റർമാരെയൊക്കെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്, ഇടുന്നില്ലെങ്കിലും ഇരിക്കാം. ഓക്കെ, പാടി പ്രാർത്ഥിക്കാം. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലെ കൃപയാലെ കൃപയാൽ അനുദിനവും
കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. പാടാമോ? എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. നമുക്കത് എഴുന്നേറ്റ് നിന്ന് പാടിയാലോ? എഴുന്നേറ്റ് നിന്ന് നന്നായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ശക്തമായിട്ട് കരങ്ങളടിച്ച് സന്തോഷത്തോടെ ശക്തമായ അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് ആഗ്രഹിച്ച് യേശുവിനെ ഉയർത്തിടുവിൻ, അവൻ നമ്മെ ഉയർത്തിടുമേ. യേശുവിനെ ഉയർത്തിടുവിൻ, അവൻ നമ്മെ ഉയർത്തിടുമേ. യേശുവിനെ ഉയർത്തിടുവിൻ, അവൻ നമ്മെ ഉയർത്തിടുമേ. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ താങ്ങിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ താങ്ങിയിടും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധന 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 ആരാധന
ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന. God is good all the time. ഹല്ലേലൂയ. ഇരിക്കാം. അപ്പൊ നമുക്ക് ആദമിക് കവനന്റിന്റെ ആദാമ്യ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങൾ, ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ: 1 ദൈവത്തിൻ്റെ മക്കൾ, 2 ആധിപത്യം, 3 ഭൗതിക സുരക്ഷിതത്വം, 4 സന്താനപുഷ്ടി, 5 ഏദൻ തോട്ടം. എന്താണ് ഏദൻ തോട്ടം? ഏദൻ തോട്ടം എന്ന് പറയുന്നത് ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു. ശ്രദ്ധിക്കുക, കേൾക്കുന്നുണ്ടോ? ദൈവം, ഈ മോണിറ്റർ ഒന്ന് കൂട്ടി തരണേ. ദൈവം മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു. ദൈവം മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും നിസ്സാരമായ കാര്യം വരെയും ദൈവം നോക്കി നടത്തുന്നു. ഇതിൻ്റെ പേരാണെന്ത്? അതാണ് മനുഷ്യന് എല്ലാം വേണ്ടതെല്ലാം ഏദൻ തോട്ടത്തിൽ ദൈവം കൊടുത്തിരിക്കുകയാണ്. ഏദൻ തോട്ടം എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്, ഒരു ഉപമയാണ്, ഒരു പ്രതീകം. എന്താണത്? എന്താണ് ഏദൻ തോട്ടം? ദൈവം മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും, മനുഷ്യൻ്റെ ജീവിതത്തിന് എന്തെല്ലാം ദൈവം, ഇപ്പം എന്ത് വേണം അത് ദൈവം തരുന്നു. എന്ത് സഹായമാണ് വേണ്ടത് അത് ദൈവം പ്രൊവൈഡ് ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും ദൈവം നോക്കി നടത്തുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ 2016 കോളേജിൽ നിന്ന് പോരുമ്പോൾ എന്നോട് എനിക്ക് വളരെ സ്നേഹവും ബഹുമാനമുള്ള ചേട്ടന്മാരെ കഴിഞ്ഞോ മാറിക്കോ, സ്വത്രാഴ്ചയൊക്കെ കഴിഞ്ഞെങ്കിൽ മാറിക്കോ ആ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ സിസ്റ്റർമാർ കാണുന്നില്ല, മാറിക്കോ, വേഗം മാറിക്കോ. ഓക്കെ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ അവിടുന്ന് കോളേജിൽ നിന്ന് പോരുന്ന സമയത്ത് എന്നോട് വളരെ സ്നേഹവും ബഹുമാനമുള്ള ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, ഡാനിയേലെ, നിനക്ക് പഠിപ്പിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കാം. അങ്ങനെയൊക്കെ ഇവിടെ ഒത്തിരി ആളുകൾ ചെയ്തിട്ടുണ്ട്. നീ വലിയ ക്യാമറാവനെന്ന് നോക്കണ്ട, ഇവിടെയൊക്കെ ഒത്തിരി ആളുകൾ അങ്ങനെ ചെയ്യുന്നതാണ്. ഇത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക എന്നൊക്കെ പറയുന്ന മോശമൊന്നുമല്ല. ഞാൻ പറഞ്ഞു മോശമല്ല അച്ഛൻ, ഞാനങ്ങനെ കാണുന്നില്ല, മറിച്ച് എനിക്ക് കുറച്ചുകൂടെ സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അച്ഛൻ എന്നോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ് എന്നോട് വളരെ വളരെ പ്രയാസത്തോടെ അച്ഛനൊരു കാര്യം പറഞ്ഞു. ഒരു ശാപം പോലെയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയാം? 40 വയസ്സ് കഴിയുമ്പോൾ നീ ദുഃഖിക്കൂടാന്ന് പറഞ്ഞു. നീ ഇപ്പം ഈ എടുക്കാൻ പോകുന്ന തീരുമാനത്തെക്കുറിച്ച് 40 വയസ്സ് കഴിയുമ്പോൾ നീ ദുഃഖിക്കൂടാന്ന് പറഞ്ഞു. സിസ്റ്ററെ, നമ്മൾ മനുഷ്യരല്ലേ? ഈ വല്ലവരൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരും. അപ്പോൾ എനിക്ക് ആ ദിവസങ്ങളിൽ അതെനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കി. ഞാൻ ഓർത്തു, ഒന്നാമതേ നമ്മളൊരു തീരുമാനം എടുക്കുന്നതിൻ്റെ സ്ട്രഗിൾ നല്ലപോലെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു വാക്കുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വീണ്ടും 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 ചിന്തിച്ചുകൊണ്ടിരുന്ന, എൻ്റെ ദൈവമേ, ഞാൻ എടുക്കുന്ന തീരുമാനം തെറ്റാണോ, നീ ഇതാണോ എന്നെ കൊണ്ട് ആഗ്രഹിക്കുന്നത് എന്ന് ഞാനിങ്ങനെ വീണ്ടും 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 അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ് എനിക്ക് വചനത്തിലൂടെ സംസാരിച്ച് എന്നെ ബലപ്പെടുത്തി. വിശദാംശങ്ങൾ പറയേണ്ട സമയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പം അങ്ങനെ വചനത്തിലൂടെ ദൈവം എന്നെ ബലപ്പെടുത്തിയപ്പോൾ കർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞു, നീ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ട. 40 വയസ്സ് കഴിഞ്ഞ് നീ ദുഃഖിക്കത്തില്ല, നീ വിഷമിക്കണ്ട. എനിക്ക് കർത്താവ് എനിക്ക് അത്രയും ബോധ്യം തന്നു. അന്ന് എന്നോട് ദൈവം ഒരു വാക്ക് പറഞ്ഞിരുന്നു. ആ വാക്ക് ഇതാണ്: നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം, നീ പേടിക്കണ്ട, പൊന്നുപോലെ നോക്കിക്കൊള്ളാം. അന്ന് എനിക്കതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലായില്ല. ഇന്ന് ഈ 2024 നിന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം, ഈ ലോകത്ത് ദൈവം എന്നെ അതുപോലെ നോക്കിയിട്ടുണ്ട്, അതുപോലെ. അപ്പം അന്ന് ദൈവം എനിക്ക് ഒരു വലിയ ബോധ്യം തന്നു. ആ ബോധ്യം ഇതാണ്, കർത്താവ് എന്നോട് സംസാരിച്ചത് ഇങ്ങനെയാണ്. അതായത്, നീ പൊക്കോ, ഇങ്ങനെ ചെയ്താൽ മതി, എല്ലാം ഞാൻ നോക്കിക്കോളാം, ഇങ്ങനെ ചെയ്താൽ മതി. കടം വാങ്ങരുത്, ലോൺ എടുക്കരുത്, ആരോടും ചോദിക്കരുത്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ കടം വാങ്ങരുത്, ലോൺ എടുക്കരുത്, സഹായിക്കാവുന്ന ആരോടും ചോദിക്കുകയും ചെയ്യരുത്.
എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണിത്. കാരണം എന്താണ്? എനിക്ക് കടം വാങ്ങാനാണ് ഇഷ്ടം, ലോൺ എടുക്കാനാണ് ഇഷ്ടം. ഇപ്പൊ നമുക്ക് സ്വാതന്ത്ര്യമുള്ളവരോട് ചോദിക്കണ്ടേ പോയി, അല്ല പിന്നെ എങ്ങനെ തരുന്നേ? അന്ന് ദൈവം ഒരു വലിയ വിലക്കിട്ട് എനിക്ക്, വിലക്ക്: കടം വാങ്ങരുത്, ലോൺ എടുക്കരുത്, ചോദിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 100% പാലിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കടം വാങ്ങിയ ലോൺ എടുക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര അടുപ്പമുള്ളവരോട് ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ചോദിച്ചപ്പോഴൊക്കെ ദൈവം ഇനി ഒരിക്കലും ചോദിക്കാത്തതുപോലെ എന്നെ ആക്കിയിട്ടുമുണ്ട്. അത് അവസാനത്തെ ചോദ്യമായിരുന്നു. എനിക്ക് നിങ്ങളോട് ഞാൻ എൻ്റെ സാക്ഷ്യമായിട്ട് കൂട്ടിയാൽ മതി. എൻ്റെ സാക്ഷ്യം ഏറ്റവും ചെറിയ കാര്യം പോലും ശ്രദ്ധിച്ച് ദൈവമെല്ലാം മനോഹരമാക്കി നടത്തി തന്നു. ഈ മിനിറ്റ് വരെ എൻ്റെ സാക്ഷ്യമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഏറ്റവും മൈന്യൂട്ടായ കാര്യം വരെ ശ്രദ്ധിച്ച് എല്ലാം ദൈവം നടത്തി തന്നുകൊണ്ടിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും. ഇതാണ് എൻ്റെ ഏദൻ തോട്ടം. ഇതാണ് ഏദൻ തോട്ടം. ദൈവം പറയാണ്, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. എല്ലാം പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെ മനുഷ്യന് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്ത്, പ്രദാനം ചെയ്ത് ദൈവം അവന് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലം, അതാണ് ഏദൻ തോട്ടം. പക്ഷേ 5 ആയില്ലേ? 5 മതി തൽക്കാലം. 5 മതി. അപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ട് ദൈവം പറഞ്ഞു, ഇത്രയുമാണ് അനുഗ്രഹങ്ങൾ, ഇനി വ്യവസ്ഥ. ഉടമ്പടിയുടെ വ്യവസ്ഥ. എന്താ വ്യവസ്ഥ? നിങ്ങൾ പറ. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളിൽ നിന്നും പഴം പറിച്ച് തിന്നാം. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. അപ്പൊ എന്താണത്? എന്നെ നല്ലപോലെ ശ്രദ്ധിക്കണേ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ഒരു ഒറ്റ കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ, എന്നെ വിശ്വസിക്കും, നിങ്ങളുടെ ആത്മീയ ജീവിതം മൊത്തം മാറും. ഈ ഒരൊറ്റ കാര്യം മനസ്സിലായാൽ മതി. പിന്നെ നമ്മൾ ഇങ്ങനെ അപ്പൂപ്പൻ താടി പോലെ പൊങ്ങി നടക്കുന്നൊരു ജീവിതമാണ്. ഭാരമില്ലാത്തൊരു ജീവിതം, ആകുലതയില്ലാത്തൊരു ജീവിതം, സ്വാതന്ത്ര്യമുള്ളൊരു ജീവിതം. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധ മാറരുത്. ദൈവം പറയാണ്, ഇതെല്ലാം ഞാൻ തന്നോളാം, ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരും, നിന്റെ ഏറ്റവും മൈന്യൂട്ടായ കാര്യം വരെ ഞാൻ ശ്രദ്ധിക്കും. ഒറ്റ കണ്ടീഷൻ: തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നരുത്. എന്താണ് നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം? ശ്രദ്ധിച്ചു കേൾക്കണേ. ദൈവം പറയാണ്, ആദം, ഹവ്വ, നിന്റെ നന്മ നിന്റെ തിന്മ അത് നീ ആലോചിച്ച് തീരുമാനിക്കരുത്. എന്താണ് നന്മ, എന്താണ് തിന്മ എന്നത്, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ളത് കുറച്ചുകൂടെ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, നീ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് നീ നിന്റെ ബുദ്ധിയിൽ ആലോചിച്ച് തീരുമാനിക്കരുത്. അറിവിന്റെ വൃക്ഷം, അറിവ്, യുക്തി, ലോജിക്ക്, ബുദ്ധി വെച്ചിട്ട് തീരുമാനിക്കരുത്. നീ എന്ത് ചെയ്യണം, എന്ത് തീരുമാനം എടുക്കണം, നീ നിന്റെ ബുദ്ധിയും യുക്തിയും വെച്ച് തീരുമാനിക്കരുത്. മറിച്ച് എന്ത് ചെയ്യണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തന്നോളാം എന്ന് പറഞ്ഞാൽ, ബുദ്ധി കൊണ്ട് തീരുമാനിക്കരുത്, ഹൃദയം കൊണ്ട് ജീവിക്കുക. ഹൃദയത്തിൽ ഞാൻ പറഞ്ഞു തരും, അതനുസരിച്ച് ജീവിക്കുക. മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്. അതായത് ആദത്തിന് എന്തെങ്കിലും ചെയ്യണം, അത് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പൊ ഞാൻ
ഇത് ഇവിടെ വെള്ളം കൊണ്ടുവച്ചിരിക്കുന്നു. എനിക്കറിയാം ഇത് റെക്കോർഡ് ചെയ്തൊക്കെ പോകുന്നതാണ്, ഇതിനിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുന്ന കലമ്പാന്ന് എനിക്കറിയാം. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാനിത് വെള്ളം കുടിക്കുക. എന്താ കാര്യം പറ? ഇത് വെള്ളം കുടിക്കണം, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, തലവേദനയായിരിക്കും പിന്നെ നാളെ പകല് മുഴുവൻ. അപ്പം ഞാൻ എൻ്റെ ബുദ്ധിയിൽ ഞാൻ ചിന്തിക്കുകയാണ്, എന്താണ് ഇത് നാണക്കേടാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വെള്ളം കുടിച്ചോണം. അത് ഞാൻ എൻ്റെ ബുദ്ധിയിൽ ആലോചിച്ച് എടുത്ത ഒരു തീരുമാനമാണ്. ആണോ? ആ മെക്കാനിസം നമ്മൾ ചിന്തിക്കുന്നത് മനസ്സിലാവുന്നില്ലെങ്കിലും, നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരല്ലെങ്കിലും ഇതൊക്കെ നമ്മൾ ഇത് ശരിയും തെറ്റുമൊക്കെ അങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നത് ബുദ്ധി കൊണ്ടാണ്. വെള്ളം കുടിക്കാതിരുന്നാൽ ശരിയാവത്തില്ല, വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം. ഇത് ബുദ്ധി എന്ന് വരുന്നൊരു സാധനമാണ്. ഉദാഹരണം പറയുകയാണെ, ദൈവം പറയുകയാണ്, ആദം ആ ടൈപ്പ് ജീവിതം വേണ്ട. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിച്ചോളാം, വെള്ളം കുടിച്ചോടാ, അപ്പൊ നീ കുടിച്ചോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിന്നെ റിമൈൻഡ് ചെയ്തോളാം, നീ വെള്ളം കുടിച്ചോ മോനെ, ഇത്തിരി വെള്ളം കുടിച്ചോ, അന്നേരം നീ കുടിച്ചോ. നീ ആലോചിച്ച് ബുദ്ധി കൊണ്ട് തീരുമാനിച്ച് നീ നിന്റെ അറിവ് നന്മയും തിന്മയും തീരുമാനിക്കണ്ട. ഞാൻ സംസാരിച്ചോളാം ഓരോ സെക്കൻഡിലും നീ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന്. പിടികിട്ടിയോ? സിസ്റ്ററിന് മനസ്സിലായി ഞാൻ പറഞ്ഞേ? ഇങ്ങനെ നീ ജീവിച്ചാൽ ഞാൻ ഈ 5 കാര്യങ്ങളും നിനക്ക് തരാം. നിങ്ങനെ ജീവിച്ചാൽ മതി. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ഒരു ജീവിതത്തിന് ഞാനൊരു വാക്കിടുകയാണ്. ഒരു വാക്ക് ഇങ്ങനെ ഈ ടൈപ്പിലുള്ളൊരു ജീവിതം. കർത്താവ് പറയുന്നതൊക്കെ ചെയ്യുന്നു, കർത്താവ് എല്ലാം വേണ്ട സമയത്ത് പറഞ്ഞു തരുന്നു, അത് ശ്രദ്ധിക്കുന്നു, അത് ചെയ്യുന്നു. അങ്ങനെ കർത്താവിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. ഇതിന് ഞാൻ ഒരു വാക്കിടുകയാണ് ഈ ടൈപ്പ് ജീവിതത്തിന്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ആ ആശയത്തിന് ഞാനൊരു വാക്കിടുകയാണ്. ആ വാക്കാണ് ട്രസ്റ്റ്. TRUST, ട്രസ്റ്റ്. വിശ്വാസം എന്നൊന്നും പറഞ്ഞാൽ അതങ്ങോട്ട് പോരാ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പറഞ്ഞു. എന്താ അത്? ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാള് ദൈവത്തെ അന്ധമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. കർത്താവ് പറയുന്നതാണ് ശരി, ദൈവം പറയുന്ന അനുസരിച്ച് ചെയ്യണം, കർത്താവ് നല്ലതേ പറഞ്ഞു തരത്തുള്ളൂ. അപ്പൊ ബുദ്ധിയിൽ ചില കാര്യങ്ങളൊക്കെ ശരിയാന്ന് തോന്നും, അതൊന്നും ശരിയല്ല, വേണ്ട, ദൈവം പറയുന്നത് ചെയ്യാം. ട്രസ്റ്റ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ആദ്യത്തേത് ഇതാണ്. ആദത്തോട് ദൈവം ആദം വഴി മാനവകുലത്തോട് ചെയ്ത ഉടമ്പടിയുടെ ആദ്യത്തെ കണ്ടീഷൻ പറയൂ. ട്രസ്റ്റ്. പറ. ട്രസ്റ്റ്. ട്രസ്റ്റ്. അൺകണ്ടീഷണൽ ട്രസ്റ്റ്. വ്യവസ്ഥയില്ലാത്ത ആശ്രയബോധം. എല്ലാ കാര്യത്തിലും ദൈവത്തെ ട്രസ്റ്റ്. ശ്രദ്ധിച്ചു കേട്ടോ. എന്നോട് പറഞ്ഞില്ലേ ദൈവം, എടാ നീ കടം വാങ്ങരുത്, ലോൺ എടുക്കരുത്, ചോദിക്കരുത്, പറഞ്ഞല്ലോ. എനിക്ക് ബുദ്ധിമുട്ടായിരുന്നത്, ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, എനിക്ക് പാടായിരുന്നത്, ബുദ്ധിമുട്ടാണ്. കാരണം അത് ഞാൻ പരിചയിച്ച ഒരു രീതിയോട് പൊരുത്തപ്പെടാത്തതായിരുന്നു. എനിക്ക് പരിചയമുള്ളതും എനിക്കിഷ്ടമുള്ളതുമായ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആ ദിവസങ്ങളിൽ ആലോചിച്ചു, ദൈവമേ പോവാണ്, കയ്യിൽ 5 പൈസ ഇല്ല. അപ്പം എൻ്റെ കയ്യിൽ ഒരു സാമാന്യം നല്ല വണ്ടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ വണ്ടി വിറ്റപ്പോൾ എനിക്ക് കുറച്ച് കാശ് കിട്ടി. അത്യാവശ്യം ഞാൻ ആ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് പോകുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഞാൻ ചെയ്തു തീർത്തിട്ട് പോകുമ്പോൾ എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപ ലിക്വിഡ് ക്യാഷ് ഉണ്ടായിരുന്നു. 5 ലക്ഷം. അത് ക്യാഷായിട്ട് തന്നെ എൻ്റെ ഇരിക്കുന്നത്. അത് ഞാൻ പാത്ത് വെച്ചിരുന്നു. എന്തിനാന്നറിയാം? ഇവിടുന്ന് പോവാണല്ലോ, ഇനിയിപ്പം വരുമാനമൊന്നുമില്ല. അപ്പൊ ഇനി പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ധ്യാനകേന്ദ്രം തുടങ്ങണം, എല്ലാം ചെയ്യണ്ടേ? അപ്പൊ എനിക്ക് നല്ല ധൈര്യമാണ്. എന്താ കാര്യം? 5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. അത് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും തുടങ്ങാം. അങ്ങനെ ഞാൻ അതുമായിട്ട് പോയി നിൽക്കുമ്പോൾ എനിക്ക് പരിചയമുള്ളൊരു മനുഷ്യൻ, എൻ്റെ ഒരു സ്നേഹിതൻ തന്നെ പറയാം. ആ സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഡാനിലച്ചാ, ഞാൻ വലിയ ഒരു ഞെരുക്കത്തിലാണ്, എനിക്കൊരു ജപ്തിയാണ്, ജപ്തി. അച്ഛൻ അറിയാലോ എന്നെ, ഞാനങ്ങനെ കള്ളത്തരം പറഞ്ഞ് ആളെ പറ്റിക്കുന്ന ആളല്ലെന്ന് അച്ഛൻ അറിയാലോ. അച്ഛാ, എനിക്ക് എവിടുന്നെങ്കിലും, അച്ഛൻ്റെ കയ്യിലില്ലെന്ന് എനിക്കറിയാം, എവിടുന്നെങ്കിലും ഒരു 2 ലക്ഷം രൂപ കടം വാങ്ങിത്തരാവോ?
എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്ത് ജീവിതശൈലിയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് ചെയ്താലും ആരോട് ചോദിക്കണം? കർത്താവിനോട് ചോദിക്കണം. എൻ്റെ ബുദ്ധിയും യുക്തിയും വെച്ച് ചിന്തിച്ചാൽ എനിക്ക് കൊടുക്കാതിരിക്കാം. പക്ഷെ ഞാൻ കർത്താവിനോട് പോയി ചോദിച്ചു, കർത്താവേ, ഈ ചേട്ടൻ എന്നോട് 2 ലക്ഷം രൂപ ചോദിക്കുകയാണ്. എൻ്റെ ഈ ഞാൻ വണ്ടി വിറ്റ കാര്യമൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ 2 സ്ഥലത്തുള്ളവരാണ്. അപ്പം അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, കർത്താവേ, നീ പറഞ്ഞിട്ടുണ്ട് ചോദിക്കുന്നവന് കൊടുക്കണമെന്ന്, അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ കൈ വെച്ചിട്ട് അങ്ങനെ ഇല്ലെന്ന് പറയുന്നു. കൊടുക്കട്ടെ. സാധാരണ ഞാൻ എന്തെങ്കിലും ദൈവത്തോട് ചോദിച്ചാൽ 2 ദിവസം, 5 ദിവസം, 10 ദിവസം, 15 ദിവസം, 1 മാസമൊക്കെ എടുക്കും ചിലപ്പോൾ മറുപടി പറയാം. ഇത് അപ്പം തന്നെ മറുപടി പറഞ്ഞു, കൊടുത്തോ കൊടുത്തോ കൊടുത്തോ. അങ്ങനെ പറഞ്ഞു എന്നൊന്നും അല്ല പറയണേ, ഇതൊക്കെ ഉള്ളിൽ കിട്ടുന്നൊരു ബോധ്യമാണ്. അപ്പൊ എനിക്ക് അസാധാരണമായൊരു ധൈര്യം കൊടുക്കാൻ കിട്ടി. അത് കർത്താവ് തരുന്നതാണ്. അപ്പൊ ഞാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തരാം, എപ്പോൾ തിരിച്ചു തരും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അച്ഛാ 2 ആഴ്ച. അച്ഛൻ എവിടുന്നേലും വാങ്ങിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മളൊരു വാക്ക് പറയുമ്പോൾ മാറാൻ പാടില്ല. 2 ആഴ്ച മതി, വാക്ക് പറയുമ്പോൾ മാറാൻ പാടില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്തു, 3 ആഴ്ച എന്ന് പറഞ്ഞു. വാക്ക് മാറാൻ പാടില്ല. 3 ആഴ്ച. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചേ, ഈ മനുഷ്യന് പൈസയുടെ ആവശ്യമല്ലേ? സിസ്റ്റർ ആലോചിച്ചോണം, ഞാൻ എന്തോ പൊട്ടനാന്ന്. ഞാൻ അവനോട് ചോദിച്ചു, എടാ ശരിക്കും നിനക്ക് എത്ര വേണ്ടേ? എൻ്റെ കാശിരിപ്പുണ്ടല്ലോ. സിസ്റ്ററെ, ഞാൻ എന്നാ പൊട്ടനാന്ന് സിസ്റ്ററിന് മനസ്സിലായല്ലോ. ഞാൻ അവനോട് ചോദിക്കുകയാണ്, നിനക്ക് ശരിക്കും എത്രയാ വേണ്ടേ? അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടത് 5 ആണ്. അച്ഛൻ്റെ ഇല്ലെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചു ബാക്കി ഇത് സംഘടിപ്പിക്കാം. ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ 5 ഉണ്ട്. നീ വേറെ ആരോടും ചോദിക്കണ്ട. എപ്പോൾ തരും? അച്ഛാ 2 ആഴ്ച. പിന്നെ നമ്മൾ പറയുമ്പോൾ തെറ്റാൻ പാടില്ല. എത്ര? 3 ആഴ്ച. പ്രൈസ് ദി ലോർഡ്. 2017 18 19 20 21 22 23 24 ഇന്ന് വരെയും തിരിച്ചു തന്നിട്ടില്ല. നല്ലപോലൊന്ന് കൈയടിച്ചേ, പറഞ്ഞേ ഹല്ലേലൂയ. എന്നോട് പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞില്ലേ കർത്താവ്? അന്ന് എനിക്ക് മനസ്സിലായില്ല, ഇന്നെനിക്കറിയാം. 100% 2 കൈയും വിട്ട് ദൈവത്തെ ആശ്രയിച്ച് ഞാൻ ഇറങ്ങാൻ വേണ്ടി ദൈവം അയച്ചതായിരുന്നു ആ മനുഷ്യനെ. എൻ്റെ കയ്യിൽ ഉള്ളതും കൂടെ അയാൾ കുത്തിവാരിക്കൊണ്ടുപോയി. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? കംപ്ലീറ്റ് ട്രസ്റ്റ്, അൺകണ്ടീഷണൽ ട്രസ്റ്റ്. കയ്യിലൊരു പിണ്ണാക്കുമില്ല, ഇനി ഒന്നുമില്ല, ഇനി ഒന്നുമില്ല. ഇനി വെറുതെ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുക. ഇങ്ങനെ ആകാശത്തിന്റെയും ഭൂമിയുടെയും മധ്യത്തില് കയ്യിൽ ഒരു വെള്ളക്ക പോലും ഇല്ലാതെ ഇങ്ങനെ നിന്നിട്ട് ഒരാള് ദൈവത്തെ അങ്ങോട്ട് ആശ്രയിക്കണം. പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യകാലങ്ങളിലൊക്കെ വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇവൻ എന്നെ പറ്റിച്ചുകൊണ്ട് പോയല്ലോ എന്ന്. വണ്ടിയുമില്ല, കാശുമില്ല, മനസ്സിലായോ? പിന്നീട് ഒരിക്കലും ബൈബിള് വായിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു, നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. അത് എനിക്ക് കർത്താവ് കൃപ തന്നു. പിന്നെ ഒരു 1.5 കൊല്ലമൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ ചോദിച്ചിട്ടുമില്ല. ഇതിപ്പോ പരിചയമായിട്ടല്ലേ പറയണേ, തന്നില്ലേലും കുഴപ്പമില്ല. ഇല്ല, കാരണം എന്തെന്നറിയാമോ? അതിലുമൊക്കെ എത്രയോ 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 കൂടുതൽ എൻ്റെ ദൈവം എനിക്ക് വാരിക്കോരി തന്നിരിക്കും. ഇനിയിപ്പോൾ ഈ 5 ലക്ഷം കിട്ടിയിട്ടെന്നെ ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നെ അന്നൊരു കാര്യം പഠിപ്പിച്ചു. 2 കൈയും വിട്ട് അന്ധമായിട്ട് ആശ്രയിച്ചോണം. നിൻ്റെ കയ്യിൽ വല്ലോ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ച് ഗമ പിടിച്ചിരിക്കണ്ട. 2 കൈയും വിട്ട്. പറഞ്ഞേ ഹല്ലേലൂയ. സോ
ആദമിക് കവനന്റിന്റെ ആദ്യത്തെ കണ്ടീഷൻ പിടികിട്ടിയോ? അൺകണ്ടീഷണൽ. ഉറക്കെ പറ, എനിക്ക് ആ വാക്ക് കേൾക്കണം. ആ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ചാടാൻ തോന്നുന്ന ഒരു വാക്കാണ്. അത് ഏതാണ് ആ വാക്ക്? ട്രസ്റ്റ്. 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 സമ്പൂർണ്ണ ആശ്രയം. എന്ത് പറഞ്ഞപ്പോഴേ ഇത്രയും കഥ ഞാൻ പറഞ്ഞതെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? സിസ്റ്റർമാർ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ സംഭവം ഈ ഉടമ്പടിയിലേക്കെല്ലാം വന്നത്? ഞാൻ ഒരു സാധനം പറഞ്ഞിട്ടാ. എന്താ? നമ്മൾ തുടങ്ങിയത് ഒരു വചനത്തിൽ നിന്നായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അപ്പൊ ആരാധിക്കുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനാണ് നമ്മൾ ഉൽപ്പത്തിയിലോട്ട് വന്നത്, ഉടമ്പടിയിലോട്ടെല്ലാം വന്നത്. അപ്പൊ കണ്ടിന്യൂറ്റി പോകരുത്. ആരാധന പഠിക്കാനാണ് നമ്മൾ ഈ കഥയെല്ലാം പറയണേ. അപ്പോ ശ്രദ്ധിച്ച് കേൾക്കുക. ആദമിക് കവനന്റിന്റെ ആദ്യത്തെ കണ്ടീഷൻ അൺകണ്ടീഷണൽ ട്രസ്റ്റ്. അങ്ങനെ ഇനി എന്നെ കേട്ടോ, അങ്ങനെ ദൈവത്തെ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോ പിന്നെ ജീവിതത്തിൽ നടക്കുന്നത് മുഴുവൻ എന്താ? അത്ഭുതങ്ങളാണ്. നമ്മൾ ദൈവത്തെ അങ്ങോട്ട് രണ്ട് കൈയും വിട്ട് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ദൈവമേ അത്ഭുതം മാത്രമേ ഉള്ളൂ. നമ്മൾ വാവിട്ട് കരഞ്ഞു പോകുന്ന വിധത്തിൽ ദൈവം എന്ത് കാര്യവും ദൈവം ചെയ്യുക. എല്ലാ കാര്യത്തിനും ദൈവത്തിന്റെ ക്രമീകരണം. ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പും ഞങ്ങളിരുന്ന് സംസാരിക്കായിരുന്നു. നമ്മളിത് സത്യം പറഞ്ഞാൽ നമ്മൾ വായും പൊളിച്ചു നിൽക്കുന്ന പോലെയാണ് ദൈവത്തിന്റെ പരിപാലന. ഒന്നും നമ്മൾ ചെയ്യേണ്ട, എല്ലാം ദൈവം ചെയ്യാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോ, ശ്രദ്ധിക്കണേ, ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ നടുവില് ഒരു മനുഷ്യന് പിന്നെ ഒറ്റ കാര്യം ചെയ്യാനേ പറ്റൂ. അവൻ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കും. കിട്ടിയില്ല? കിട്ടിയോ? അതായത് ഒരാള് ദൈവത്തെ അങ്ങോട്ട് കണ്ണും പൂട്ടി ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ജീവിതത്തിൽ മുഴുവൻ പിന്നെ ദൈവത്തെ നോക്കുമ്പോ പിന്നെന്താ? ഒറ്റ കാര്യം ചെയ്യാൻ പറ്റൂ. പിന്നെന്താ? ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല. അയാള് ദൈവത്തെ ആരാധിക്കുന്നത് ആരെങ്കിലും പുറകിൽ നിന്ന് തള്ളിയിട്ടല്ല. മനസ്സിലായി? ഡീപ് ഡൗൺ ഫ്രം ഇൻസൈഡ് എ പ്രഷർ ഈസ് പുള്ളിങ് ഹിം അപ്പ് ടു വർഷിപ്പ്. ഒരു മിനിറ്റ് വെറുതെ കളയാൻ അയാൾക്ക് പറ്റത്തില്ല. കാരണം എന്താ പറയുക? അയാൾ ഓരോ സെക്കൻഡിലും അയാൾ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ദൈവം ചെയ്ത നന്മകളും ദാനങ്ങളും കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ മൗണ്ട് ചെയ്ത് ഇങ്ങനെ കിടക്കുമ്പോ അയാൾ ഇങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കണം. അയാൾക്ക് വേറൊന്നും പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അയാൾക്ക് വേറെ ഒന്നും പിന്നെ പറ്റില്ല. ആരാധിക്കാനേ പറ്റത്തുള്ളൂ. ഓരോ മിനിറ്റും പിന്നെ അയാൾക്ക് ആരാധനയാണ്, വർഷിപ്പ്. ദൈവം മനുഷ്യനോട് ആരാധിക്കാൻ പറഞ്ഞ് എന്തുകൊണ്ടെന്നറിയോ? 100% നീ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ അടയാളമാണ് ആരാധന, എക്സ്പ്രഷനാണ് ആരാധന, വെളിപ്പെടുത്തലാണ് ആരാധന. വിശ്വസിക്കാത്തവന്, ആശ്രയിക്കാത്തവന് ആരാധിക്കാൻ പറ്റില്ല. അവൻ ആരാധന എഴുതി ചിട്ടപ്പെടുത്തിയ ചില പ്രാർത്ഥനകളും ചൊല്ലുന്ന ചില അധര വ്യായാമങ്ങളും, അവൻ ആരാധന ആരുടെയോ നിർബന്ധം കൊണ്ട് അവൻ ചെയ്തു കൂട്ടുന്ന ചില ആചാരങ്ങളുടെ കൂട്ടവും. ആരാധകൻ, ഈശോ പറഞ്ഞു, ആത്മാവിലും സത്യത്തിലും മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു. പിതാവ് അങ്ങനെയുള്ളവരെ നോക്കിയിരിക്കുകയാണ്. ആത്മാവിലും സത്യത്തിലും, വർഷിപ്പിംഗ് ഇൻ സ്പിരിറ്റ് ആൻഡ് ഇൻ ട്രൂത്ത്. എന്താണ് ഈ ആരാധനയുടെ പുറകിൽ കിടക്കുന്ന സത്യം? ആ സത്യം എന്ന് പറഞ്ഞാൽ ഒരാൾ രണ്ട് കൈയും വിട്ട് കർത്താവിനെ മാത്രം ഇങ്ങനെ ലക്ഷ്യം വെച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൽ മാത്രം ചേർന്ന് കർത്താവിനെ എല്ലാ കാര്യത്തിലും വിശ്വസിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന സ്വാഭാവിക എക്സ്പ്രഷന്റെ പേരാണ് ആരാധന. ആരാധന എന്ന് പറഞ്ഞാൽ വാക്കല്ല, ഒരു ആറ്റിറ്റ്യൂഡാണ്. അയാളുടെ അകത്താണ് ആരാധന.
അയാളുടെ അകത്താണ്. അയാൾക്ക് ഈ കണ്ണ് നിറഞ്ഞല്ലാതെ അയാൾക്ക് ദൈവത്തെ നോക്കാൻ പറ്റുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ആ കണ്ടീഷൻ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താണത്? വർഷിപ്പ്. ഒന്നാമത്തെ കണ്ടീഷൻ ട്രസ്റ്റ്. കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ഇതൊക്കെ? സിസ്റ്റർ കിട്ടുന്നുണ്ടോ? ഒന്നാമത്തെ കണ്ടീഷൻ ട്രസ്റ്റ്, രണ്ടാമത്തേത് വർഷിപ്പ്, ആശ്രയവും ആരാധനയും. ആശ്രയത്തിന്റെ വചനമാണ് തോട്ടത്തിലെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് നീ പഴം പറിച്ച് നിന്റെ നന്മയും നീ തീരുമാനിക്കരുത്, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട നീ തീരുമാനിക്കരുത്. ആരാധനയുടെ വചനമാണ് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച് 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ആ ആരാധനയുടെ കണ്ടീഷനാണ് സാബത്താചരണം. കിട്ടിയോ? ബൈബിളിൽ തന്നെ ഇല്ലേ സാബത്താചരണം? അൺകണ്ടീഷണൽ ട്രസ്റ്റ്, വർഷിപ്പ്, ആശ്രയവും ആരാധനയും. നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നരുത്, ആശ്രയിക്കണം. സാബത്ത് പരിശുദ്ധമായിട്ട് ആചരിക്കണം എന്ന് പറഞ്ഞാൽ ആരാധിക്കണം. ഒറ്റ കാര്യൂടെ പറഞ്ഞാൽ ഇന്നത്തെ കാര്യം തീർന്നു. ഒറ്റ കാര്യൂടെ പറഞ്ഞ ഇങ്ങനെ മനുഷ്യൻ ആശ്രയിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ആ മനുഷ്യൻ എന്താ പ്രതിഫലം കിട്ടുന്നത്? എന്താ പ്രതിഫലം? ഒരാൾ ആശ്രയിക്കുകയും ചെയ്യുന്നു, ആരാധിക്കുകയും ചെയ്യുന്നു. എന്താണ് അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം? പറ. വിശ്വാസമോ? ഈശോയോ? ആ വായിച്ചതിനകത്തൊരു വാക്യം കിടപ്പുണ്ട്. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കാമോ? 2-ാം അധ്യായത്തിന്റെ 1 മുതൽ. അങ്ങനെ ആകാശവും ഭൂമിയും പൂർണ്ണമായി ജോലിയിൽ നിന്ന് ദൈവം തൻ്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് ചോദിക്കട്ടെ, ഇങ്ങോട്ട് നോക്കിയേ, ചോദിക്കട്ടെ, ദൈവം ആദത്തെ സൃഷ്ടിച്ചത് ഏത് ദിവസമാണ്? 1-ാം ദിവസമാണ്, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസമാണ്, 5-ാം ദിവസമാണ്, 6-ാം ദിവസമാണ്, 7-ാം ദിവസമാണോ ആദത്തെ സൃഷ്ടിച്ചത്? തെറ്റ് പറയരുത്. കാറ്റഗിസം ടീച്ചേഴ്സ് വല്ലതും ആണെങ്കിൽ വികാരിച്ചമാർ ഇതോടെ പുറത്താക്കും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഏത് ദിവസമാണ്? 6-ാം ദിവസം ആണല്ലോ. 6-ാം ദിവസം. അത് ആദത്തെ. ഹവ്വയോ? ഹവ്വയെ സൃഷ്ടിച്ചത് ഇത് പറഞ്ഞില്ലേ കാറ്റഗിസം ടീച്ചറിന് അപ്പോഴേ പുറത്താക്കും. ഹവ്വയെ സൃഷ്ടിച്ചത് ഏത് ദിവസമാണ്? അല്ലല്ല. ഈ ആദം എന്നാ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ ഹവ്വയെ സൃഷ്ടിച്ചേ? ഉറങ്ങുന്നത് എപ്പോഴാ? ആദത്തെ സൃഷ്ടിച്ചത് 6-ാമത്തെ ദിവസം. അപ്പൊ ആദം ഉറങ്ങിയിൽ എത്രാമത്തെ ദിവസം? രാത്രിയിൽ. 6-ാം ദിവസം രാത്രി, ഗാഠനിദ്രയിൽ, അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി 7-ാം ദിവസം ആയി. അപ്പൊ ആദം ഹവ്വയെ കാണുന്നത് ഏത് ദിവസമാ? 7-ാം ദിവസം രാവിലെ, എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച രാവിലെ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സാബത്ത് ദിവസം രാവിലെയാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ. അതുകൊണ്ട് യഹൂദ റബ്ബിമാർ പറയുമായിരുന്നു ആദത്തിന് ഹവ്വയുടെ കല്യാണം നടന്നത് സാബത്ത് ദിവസമാണെന്ന് പറയുമായിരുന്നു. കേട്ടോ ഒരു കാര്യം. അപ്പൊ 6-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ട ആദവും 7-ാം ദിവസം രാവിലെ സൃഷ്ടിക്കപ്പെട്ട ഹവ്വയും കുടുംബമായിട്ട് ആദ്യം ചെയ്ത പ്രവൃത്തി എന്തായിരിക്കും? പറ. ആരാധിച്ചു എന്നുള്ളതാണ്. ആണോ? അപ്പൊ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്, ബൈബിൾ മനുഷ്യന്റെ സൃഷ്ടി വിവരണം നടത്തുമ്പോൾ ബൈബിൾ പറയുകയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ വേറെ ഒന്നിനും വേണ്ടിയില്ല. എന്തിനാ? ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. 6-ാം ദിവസം 7-ാം ദിവസത്തിന് വേണ്ടിയായിരുന്നു. 6-ാം ദിവസം 7-ാം ദിവസത്തിന് വേണ്ടിയായിരുന്നു. 7-ാം ദിവസം ഇല്ലാത്ത 6-ാം ദിവസത്തിന്റെ പേരാണ് 666. അതാണ് അന്തിക്രിസ്തു. വല്ലതും പിടികിട്ടുന്നോ? 7-ാം ദിവസം ഇല്ലാത്ത, ദൈവത്തെ ആരാധിക്കാത്ത 6-ാം ദിവസത്തിന്റെ പേരാണ് 666. അതാണ് എതിർ ക്രിസ്തു, ആന്റി ക്രൈസ്റ്റ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടിയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ ആരാധിക്കുമ്പോ ഈ സാബത്ത് ദിവസത്തിന്, ഈ 7-ാം ദിവസത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണത്? ഒരു വാക്കൂടെ വരാനുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ തീർന്നു, നിങ്ങൾക്ക് വീട്ടിൽ പോകാം. ഒരു വാക്കൂടെ വരാനുണ്ട്. ഞാൻ വെള്ളം കുടിക്കും.
പറയാവോ? വിശുദ്ധമാക്കി എന്നല്ല. ദൈവം തന്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച 7-ാം ദിവസം അവിടുന്ന് ആ വാക്കാണ് വേണ്ടത്. എന്താണ്? വിശ്രമം. ശ്രദ്ധിക്കുക, സമ്പൂർണമായി ദൈവത്തെ ട്രസ്റ്റ് ചെയ്താൽ, ആശ്രയിച്ചാൽ, ആ ആശ്രയത്തിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചാൽ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലമാണ് വിശ്രമം. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അപ്പൊ എന്റെ ചോദ്യം, എന്താണ് വിശ്രമം? സിസ്റ്റർമാര് പറ, അവിടെയുള്ള സിസ്റ്റേഴ്സ് പറ, എന്താ വിശ്രമം? ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെയാണ് വിശ്രമം. എന്താണ് വിശ്രമം? വിശ്രമം എന്ന് പറഞ്ഞാല് ദൈവം തന്റെ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ചു, അതാണ് വിശ്രമം. ആണല്ലോ? അങ്ങനെ തന്നെ ഹെബ്രായ ലേഖനത്തിനും പറയുന്നത്, ദൈവത്തെ പോലെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവൻ തന്റെ പ്രവൃത്തിയിൽ നിന്ന് വിരമിക്കുന്നു. പ്രവൃത്തിയിൽ നിന്ന് വിരമിക്കുന്നതാണ് വിശ്രമം. എന്നെ കേൾക്കുക, എനിക്ക് ഇവിടുന്ന് ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? തോമാപുരം. ഇതിന് തൊട്ടടുത്ത ടൗൺ ഏതാണ്? ഉഴവൂരോ? ചെറുപുഴ. ഓക്കെ. എനിക്കിവിടെ നിന്ന് തോമാപുരത്ത് നിന്ന് ചെറുപുഴയിലേക്ക് പോകണം. എനിക്ക് പോകാൻ എൻ്റെ മുമ്പിൽ ഉള്ള മാർഗങ്ങൾ ബസ്, ട്രെയിൻ ഇല്ലല്ലോ. ഉണ്ടോ? കപ്പലുണ്ടോ? വിമാനമുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ബസ്, കാറ്, ജീപ്പ്, സൈക്കിൾ, സ്കൂട്ടർ, ഇതൊക്കെയല്ലേ ഉള്ളൂ. ഓട്ടോ, സിസ്റ്റർ ഓട്ടോയിൽ കയറുന്ന ആളാണ്. ഓട്ടോ. അപ്പോ ഇതല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? എനിക്ക് ഇവിടുന്ന് തോമാപുരത്തു നിന്ന് ചെറുപുഴ പോവാൻ എൻ്റെ മുമ്പിൽ കാറ്, ജീപ്പ്, സൈക്കിൾ എന്ന് പറഞ്ഞ മോട്ടോർ വാഹനങ്ങൾ, അല്ലാതെ വേറെ എന്തെങ്കിലും വകുപ്പുണ്ടോ? നടന്നു പോവാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഓട്ടോയും കാറും ജീപ്പും ഒന്നുമില്ല. ആകെ എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ നടന്നു പോവുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ചെയ്യാനുള്ള പ്രവൃത്തി എന്താണ്? ഇവിടുന്ന് ചെറുപുഴയിലേക്ക് നടന്ന് പോവുക എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് വയ്യ സിസ്റ്ററെ. ഞാൻ വെളുപ്പിനെ 2:30 എവിടെ എത്തിയത്. എനിക്ക് വയ്യ, എനിക്ക് നടക്കാൻ വയ്യ. എന്നാ ചെയ്യും? തോമാപുരത്തെ 4 ഉത്തമരായ ചെറുപ്പക്കാരെ എന്നോട് പറഞ്ഞു, ഡാനിലച്ചൻ വിഷമിക്കണ്ട അച്ഛാ, അച്ഛന് ചെറുപുഴയിൽ എത്തിയാ പോരെ, ഞങ്ങൾ അച്ഛനെ ചുമന്നോളാം. അവരെന്ത് ചെയ്തു? ഒരു പല്ലക്കൊണ്ടാക്കി അതിനകത്ത് എന്നെ കിടത്തി, മേളിൽ വെയിലടിക്കാതിരിക്കാൻ എയർടെലുകാരൻ സിമ്മ് വയ്ക്കാൻ വരുമ്പോൾ കൊടുക്കുന്ന ഒരു കൊട അതിൻ്റെ മേളിൽ കെട്ടി എന്നെ അങ്ങോട്ട് ആഘോഷമായിട്ട് കിടത്തി അവരെന്നെ കൊണ്ടുപോയി. ഞാൻ ചെറുപുഴയിലെത്തി. ചേച്ചി, ഞാൻ ചെറുപുഴയിലെത്തിയോ? ചേച്ചി എത്തിയോ? സിസ്റ്റർ എത്തിയോ? എത്തി. പ്രവൃത്തി നടന്നു. പക്ഷെ ഞാൻ പ്രവർത്തിച്ചോ? ഇല്ല. ഇതിൻ്റെ പേരാണ് വിശ്രമം. അതായത് പ്രവർത്തികൾ പലതും നടക്കും, പക്ഷെ നീ പ്രവർത്തിക്കണ്ട, നീ ചുമ്മാ റെസ്റ്റ് എടുത്താൽ മതി. ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ ശരിക്കും നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഭവിക്കും. ആശ്രയിക്കുന്നവൻ, ആരാധിക്കുന്നവൻ 24 മണിക്കൂറും വിശ്രമത്തിലാണ്. ലോകം നോക്കുമ്പോൾ അവർ ഒത്തിരി ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് പണിയെടുക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ക്ഷീണമില്ല. കാരണം എന്താ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ദൈവകൃപ. ട്രസ്റ്റ്, വർഷിപ്പ്. വാട്ട് ഈസ് ദ റിസൾട്ട്? റെസ്റ്റ്. അപ്പൊ 3 വാക്ക് പറഞ്ഞാൽ 1-ാം ദിവസത്തെ ദിവ്യകാരുണ്യ കോൺഗ്രസ് കഴിഞ്ഞു. എന്താണ്? ട്രസ്റ്റ്, വർഷിപ്പ്, റെസ്റ്റ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ട്രസ്റ്റ്, വർഷിപ്പ്, റെസ്റ്റ്. ആരാധിക്കുന്നവന്, ആശ്രയിക്കുന്നവന് ദൈവം തരുന്ന പ്രതിഫലമാണ് അവനെപ്പോഴും വിശ്രമം. ആധിയില്ല, വ്യാധിയില്ല, അല്ലലില്ല, ഭാരമില്ല, തകർച്ചയില്ല, പരാതിയില്ല, കുറ്റപ്പെടുത്തലില്ല, സങ്കടമില്ല, ഉത്കണ്ഠയില്ല, ഡിപ്രഷൻ ഇല്ല. കർത്താവ് പറഞ്ഞില്ലേ, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം? ആശ്രയിക്കണം, ആരാധിക്കണം.
അങ്ങനെ വിശ്രമിക്കണം. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? അല്ലല്ലല്ല അല്ല, വിശ്രമിക്കാൻ. പൊന്നു സിസ്റ്ററെ, ഇനിയെങ്കിലും ഇത് പഠിച്ചു വെച്ചോ. മദർ വന്നിട്ടില്ലെങ്കിൽ മദർ ചോദിക്കും അവിടെ ചെല്ലുമ്പോ, എന്നായിരുന്നു കൺവെൻഷൻ? വിശ്രമിക്കണം മദർ, വിശ്രമിക്കണം. അതാണ് കൺവെൻഷൻ, വിശ്രമിക്കണം. ഞാൻ ഇനി അങ്ങോട്ട് വിശ്രമിക്കാൻ പോവാണ്. ഈ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാനുള്ളൊരു സാധ്യത തുറന്നിട്ടുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്. 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിച്ച് ഞാൻ ഒരു കാര്യം കൂടെ പറയാണ്. 1-ാം ദിവസം അത് തീരുന്നത് എങ്ങനെയാണ്? സന്ധ്യയായി, ഉഷസായി, അല്ലേ? അങ്ങനെയാണോ? പ്രഭാതമായി, പ്രദോഷമായി, 1-ാം ദിവസം അല്ലേ? അങ്ങനെ കണ്ട, അങ്ങനെയാണോ? എങ്ങനെ അത്? സന്ധ്യയായി, പ്രഭാതമായി, 1-ാം ദിവസം. 2-ാമത്തെ ദിവസം എങ്ങനെയാണ് തീരുന്നത്? സന്ധ്യയായി, പ്രഭാതമായി, 2-ാം ദിവസം. 3-ാം ദിവസമോ? പ്രഭാതമായി, 3-ാം. 4 അങ്ങനെ തന്നെ. 5 അങ്ങനെ തന്നെ. 6 അങ്ങനെ തന്നെ അല്ലേ? 6 ആണോ? അതെ, സന്ധ്യയായി, പ്രഭാതമായി, 6-ാം ദിവസം. സിസ്റ്ററെ, 7-ന് അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. നോക്കിയിട്ടേ പറയാവൂ. സന്ധ്യയായി, പ്രഭാതമായി, 7-ാം ദിവസം അങ്ങനെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു പാറ്റേൺ പറഞ്ഞു വരികയാണ്. ഓരോ ദിവസവും തീരുന്നതിന് അടയാളമായി ബൈബിള് പറയുകയാണ് സന്ധ്യയായി, പ്രഭാതമായി, 1-ാം ദിവസം. അപ്പൊ വായനക്കാരായി നമുക്ക് എന്ത് മനസ്സിലായി? 1-ാം ദിവസം തീർന്നു. സന്ധ്യയായി, പ്രഭാതമായി, 2-ാം ദിവസം. വായനക്കാർക്ക് എന്ത് മനസ്സിലായി? 2-ാം ദിവസം തീർന്നു. അങ്ങനെ 6 ദിവസം തീർന്നു. വായനക്കാർ 7-ാം ദിവസത്തിൽ എത്തിയപ്പോ അവിടെ അത് പറഞ്ഞിട്ടില്ല. അപ്പൊ വായനക്കാരൻ എന്ത് മനസ്സിലായി? 7-ാം ദിവസം തീർന്നിട്ടില്ല. 7-ാം ദിവസം തീർന്നിട്ടില്ല. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. 7-ാം ദിവസം തീർന്നിട്ടില്ല. ആ ദിവസത്തിന് അവസാനമില്ല. ആ ദിവസം ഇങ്ങനെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ആർക്കും എവിടുന്നും ആ ദിവസത്തിലേക്ക് കയറാം. ആ ദിവസത്തിലേക്ക് കയറിയാൽ എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? വിശ്രമിക്കാം. ദൈവം നൽകുന്ന വിശ്രമത്തിന്റെ വാഗ്ദാനം സകല മനുഷ്യനുമായി അടയ്ക്കപ്പെടാതെ തുറന്നു കിടക്കുകയാണ്. ആർക്കും ഈ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാം. 1-2 വാക്യങ്ങൾ വായിച്ച് നമ്മൾ അവസാനിപ്പിക്കും. ഹെബ്രായ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായം. ഹെബ്രായ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഹെബ്രായർ 4:1 മുതൽ ഉറക്കെ വായിക്കുക. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക്. ഹെബ്രായർ 4:1 മുതൽ വായിക്കാമോ? അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. ഇനി 3-ാമത്തെ വാക്യം. എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ഞാൻ വിശ്വാസത്തിന് പകരം വേറൊരു വാക്ക് പറഞ്ഞായിരുന്നു. അത് വെച്ചിട്ട് ഇതൊന്ന് വായിക്കാവോ? ട്രസ്റ്റ് ചെയ്യുന്നവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇനി അടുത്ത വാക്യം വായിക്കേണ്ടത്. അടുത്ത വാക്യം 8-ാമത്തെ വാക്യം. ജോഷുവ അവർക്ക് വിശ്രമം കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ദൈവം മറ്റൊരു ദിവസത്തെ പറ്റി പറയുമായിരുന്നില്ല. അതിനാൽ ദൈവജനത്തിന് ഒരു സാബത്ത് വിശ്രമം ലഭിക്കാനിരിക്കുന്നു. കണ്ടോ? അതായത് എല്ലാ മനുഷ്യന്റെയും മുമ്പിൽ ഈ വിശ്രമം അനുഭവിക്കാനുള്ള സാധ്യത തുറന്നു കിടക്കുകയാണ്. അതിനെന്ത് ചെയ്താൽ മതി? ട്രസ്റ്റ്, വർഷിപ്പ്, റെസ്റ്റ്. വിശ്രമത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത തുറന്നു കിടക്കുന്നു. എന്തെന്നാൽ ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവൻ അവിടുത്തെ പോലെ തന്നെ തൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. അവൻ ജോലി ചെയ്യണ്ട. ഇനി ആര് ജോലി ചെയ്തോളും? ദൈവം ചെയ്തോളും. ഒറ്റ വചനം കൂടെ വായിക്കാം. ദൈവം ചെയ്തോളും. അവന് വേണ്ടി ദൈവം അധ്വാനിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യെശയ്യാ 64:4. യെശയ്യാ 64:4 ഉച്ചത്തി വായിക്ക്. ഉച്ചത്തി സിസ്റ്റേഴ്സ് ഉച്ചത്തി വായിക്ക്. യെശയ്യാ 64:4. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. ദൈവം എന്താ ചെയ്യുന്നത്? തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. കാത്തിരിക്കുക, വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. ബൈബിളിൽ അങ്ങനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ആരാധിക്കുക.
ആരാധിക്കുക. തന്നെ ആരാധിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവത്തെ അല്ലാതെ. മനസ്സിലായി? അതായത് ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കും. അതാണ് പുറപ്പാട് 14:14. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ.